ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പോൾ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. സ്തോത്രം. സ്നേഹത്തിൻ്റെ പ്രായോഗിക തലമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ സ്തോത്രം നമ്മൾ ദൈവത്തെ അതിൻ്റെ 6-ാമത്തെ വാക്യം ശരിയാണ്. സ്തോത്രം. 5-ാമത്തെ 6-ാമത്തെ വാക്യം. സ്തോത്രം. ഗലാത്യർ 5:6. നമ്മൾ ദൈവത്തെ ഇപ്പം നമ്മൾ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ വിശ്വസിക്കും. ആ സ്നേഹത്തിൻ്റെ പ്രായോഗിക തലമാണ് വിശ്വാസം. സ്തോത്രം. ദൈവത്തെ ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം സ്തോത്രം ഏറ്റവും വലിയ പ്രദർശനം കാൽവറി ക്രൂശ. സ്തോത്രം. ചിലരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കുറ്റം പറയുമല്ല, ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ എന്ന്. ഞാനൊന്ന് തിരിച്ച് പറഞ്ഞോട്ടെ, ക്രിസ്തുയേശുവിലൂടെ ദിവ്യസ്നേഹം വെളിപ്പെടുത്തിയ എന്നാണ് പറയേണ്ടത്. സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടെ സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ ക്രിസ്തുയേശുവിലൂടെ ദൈവസ്നേഹം വെളിപ്പെടുത്തുകയായിരുന്നു. സ്തോത്രം. സ്നേഹത്തിൻ്റെ പ്രായോഗിക സ്തോത്രം ദർശനം, വെളിപ്പാട് നമുക്ക് കാൽവറിയിൽ കാണാൻ കഴിയും. ലോകത്തിൽ ക്രൈസ്തവ സമൂഹം ഒരു നല്ല വിഭാഗം, കിഴക്കിൻ്റെ സഭകൾ വേറെ ദിവസമാണ് ആഘോഷിക്കുന്നത്, എങ്കിലും നല്ലൊരു വിഭാഗം ക്രിസ്തീയ സമൂഹവും കർത്താവിൻ്റെ കഷ്ടാനുഭവ ആഴ്ച എന്നാണ് ഈ ആഴ്ചയെ പറയാറുള്ളത്. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാമല്ലോ, ഹോശന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞു. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ഹോശന്ന എന്ന് പറയുമ്പോൾ അതൊരാഘോഷം എന്നതിനേക്കാൾ അതൊരു ക്ലെൻസിങ് പ്രോഗ്രാമായിരുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് 2 പ്രാവശ്യം ആലയം ശുദ്ധീകരിച്ചതായി നമുക്ക് തിരുവെഴുത്തിൽ കാണാം. ഒന്നാമത്തെ ശുദ്ധീകരണം ശുശ്രൂഷ ആരംഭത്തിൽ, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, ശുശ്രൂഷ ആരംഭത്തിൽ. പിന്നെ 2ാമത്തെ ആലയ ശുദ്ധീകരണം മീൻസ് ഈ ഹോശന്ന പോയി അങ്ങനെ ആഘോഷമായിട്ട് ചെന്ന് ആലയം ശുദ്ധീകരിച്ചു. കള്ളന്മാരുടെ ഗുഹ പോലെ ആക്കിയതായിരുന്നു. സ്തോത്രം. അത് ആലയം ശുദ്ധീകരിച്ചു. അപ്പോൾ ഹോശന്ന ആ ഘോഷയാത്രയായിട്ട് കർത്താവ് അങ്ങോട്ട് പോയതിൻ്റെ അത് പോയി എന്നാ ചെയ്തത്? ശുദ്ധീകരണമാണ് ചെയ്തത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹോശന്ന എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്ന ആശയം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും വരണം. സ്തോത്രം. അപ്പോൾ കഷ്ടാനുഭവ ആഴ്ച എന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൽ ഇന്ന് പെസഹ വ്യാഴാഴ്ച എന്നാണല്ലോ പൊതുവെ പറയുന്നത്. എന്താണ് പെസഹ? പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം തടി തപ്പുക, ഒഴിഞ്ഞു പോവുക, കടന്നു പോവുക എന്നാണ്. സ്തോത്രം. ജസ്റ്റ് എതിരെ ഒരു വണ്ടി വരുന്നു, ഇടുങ്ങിയ സ്ഥലം, ഇടുങ്ങിയ കലുങ്ക്, അയലിങ്ങോട്ട് കയറി വന്നു പ്രതീക്ഷിച്ചില്ല, പക്ഷേ അയലിങ്ങ് കയറി വന്നു, ഒരു രക്ഷയില്ല, കഷ്ടിച്ചൊതുക്കി അയാളും പാഞ്ഞങ്ങ് പോയി, തൊട്ടില്ല എന്ന പോലെ രക്ഷപ്പെട്ടു, തടി തപ്പി ഒഴിഞ്ഞുപോയി. അതാണ് പെസഹ. സ്തോത്രം. അതായത് സംഹാരദൂതൻ്റെ വാൾ ഒഴിഞ്ഞുപോയി. നമ്മൾ പാടാറുണ്ടല്ലോ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ ആ കടന്നുപോക്കൽ, ആ ഒഴിഞ്ഞുപോക്കൽ. പെസഹ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ തിരുവെഴുത്തിൽ പല സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന സാദൃശ്യമാണ് പെസഹ കുഞ്ഞാട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ക്രിസ്തു തന്നെ. നമുക്കറിയാം, ആബീബ് മാസം എന്ന 1-ാം മാസം 10-ാം തീയതി എല്ലാ ഇസ്രായേലിലെ വീട്ടുകാരും ഓരോ ആട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടണം. 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരാണാട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടണം. ഈ മാറ്റിക്കെട്ടിയ ആട്ടിൻകുട്ടിയെ 4 ദിവസം സൂക്ഷിക്കണം. 10-ാം തീയതി മാറ്റിക്കെട്ടുന്ന ആട്ടിൻകുട്ടിയെ 14-ാം തീയതി വരെ സൂക്ഷിക്കണം. സ്തോത്രം. അതിൻ്റെ കൂടെ പിറന്ന മറ്റ് ആട്ടിൻകുട്ടികൾ തള്ളയുടെ പാല് കുടിച്ച് പുല്ലും തിന്ന് തുള്ളിച്ചാടി നടക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ കുറ്റിച്ചൂട്ടിൽ കെട്ടി നിർത്തിയിരിക്കുക. എന്തിനാ ഇതിനെ കെട്ടി നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനെ കൊല്ലാൻ വേണ്ടി മാറ്റി നിർത്തിയിരിക്കുക എന്ന് പറയാം. കൊല്ലാൻ വേണ്ടി മാറ്റി നിർത്തിയിരിക്കുക. സ്തോത്രം. നോക്കണേ, ആ ആട് 4 ദിവസം കൊല്ലപ്പെടാൻ മാറി നിന്നു. ഇതുപോലെ വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നു, വെളിപ്പാട് 13 വായിക്കുന്നുണ്ട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ആദാം പാപം ചെയ്തപ്പോൾ തന്നെ മനുഷ്യകുലത്തിനു വേണ്ടി യാഗമാകുവാൻ യേശു അങ്ങ് മാറി നിൽക്കുകയായിരുന്നു. സ്തോത്രം. ഏദനിൽ അവരെ ഉടുപ്പിക്കാൻ തോലെടുക്കേണ്ടതിന് കൊല്ലപ്പെട്ട ആടാണ് യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയുടെ ആദ്യത്തെ നിഴലായി നിൽക്കുന്നത്. ആദ്യത്തെ നിഴൽ. സ്തോത്രം. നോക്കണേ, ആ മാറി നിന്ന ആ ദൈവ കുഞ്ഞാട് 4000 വർഷമാണ് മാറി നിന്നത്. ദൈവത്തിൻ്റെ കണക്കിൽ 1000 സംവത്സരം
ഒരു ദിവസം എന്ന കണക്കിൻ പ്രകാരം ഈ ആദാമിൻ്റെ പാപം മുതൽ കാൽവറിയിലെ യാഗം വരെ 4000 വർഷമാണ്. സ്തോത്രം. മനുഷ്യൻ്റെ കണക്കിൽ 4000 വർഷം, ദൈവത്തിൻ്റെ കണക്കിൽ 4 ദിവസം. ഇവിടെ നിഴലായ കുഞ്ഞാട് 4 ദിവസം മാറി നിന്നപ്പോൾ, സ്തോത്രം, പൊരുളായ കുഞ്ഞാട് ദൈവത്തിൻ്റെ കണക്കിലെ 4 ദിവസം, മനുഷ്യൻ്റെ കണക്കിലെ 4000 വർഷം നമുക്ക് വേണ്ടി മാറി നിന്ന്, സ്തോത്രം, ആ യുഗസന്ധ്യയിൽ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് പകരക്കാരനായി കാൽവറിയിൽ യാഗമായി അവിലേറിയ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമായി. ഹല്ലേലൂയ. അതിൻ്റെ ഓർമ്മ പേരിനെങ്കിലും ആചരിക്കുന്ന ഒരു ദിവസമായി, സ്തോത്രം, ഇന്നത്തെ ദിവസം നിൽക്കുന്നു. എന്നാൽ നമുക്കതൊരാചരണമല്ല, അത് നമ്മുടെ അനുഭവമാകയാൽ ഞാൻ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആട്ടെ, പെസഹ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പെസഹ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്തോത്രം, നിങ്ങളോടുകൂടി ഈ പെസഹ കഴിപ്പാൻ ഞാൻ എത്ര വാഞ്ചയോടെ കാത്തു. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ കൃത്യസമയമാണ് പെസഹ യാഗത്തിന് സമയം എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. സ്വരങ്ങളെ ഇച്ചിരി കൊണ്ടൊന്ന് പുറകോട്ട് എന്ന് പറഞ്ഞോട്ടെ. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, സ്തോത്രം, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ സാധാരണ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് അഴുക്ക് കളയുക എന്ന ഒരു ചിന്തയാണ്. സ്തോത്രം. അഴുക്ക് കളയുക എന്ന ചിന്തയാണ് വിശുദ്ധീകരിക്കുക എന്നാൽ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഴുക്ക് കളയുക എന്നല്ല, അത് ശുദ്ധീകരിക്കുക എന്നാണ്. സ്തോത്രം. വിശുദ്ധീകരിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം ഒരു കാര്യത്തിനായി മാത്രം വേർതിരിച്ച് മാറ്റി നിർത്തുക എന്നാണ്. സെറ്റ് എ പാർട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ എ സിംഗിൾ കോസ്. ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. നമുക്കറിയാം മൂലഭാഷയിൽ, സ്തോത്രം, 3 പദങ്ങളുണ്ട്. മലയാളത്തിലും നല്ല 3 പദങ്ങളുണ്ട്. മൂലഭാഷയുള്ള 3 പദങ്ങൾ ഞാൻ ചുമ്മാ ഒന്ന് പറയാം. മലയാളത്തിലെ വാക്കുകൾ നമുക്ക് നല്ല വാക്കുകളായിട്ടുണ്ട്. മലയാളത്തിലുള്ളത് ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. ഗ്രീക്കിലെ വാക്ക് ഹഗ്നോസ്, ഹാഗിയോസ്, എർഗ്സിയോസ് എന്നാണ്. സ്തോത്രം. ഹഗ്നോസ്, ഹാഗിയോസ്, എർഗ്സിയോസ്. സ്തോത്രം. ഈ 3 പദങ്ങൾ, സ്തോത്രം. ഇതിൽ ശുദ്ധം എന്ന് പറഞ്ഞാൽ വെടിപ്പുള്ളത്, നിർമ്മലമായത് എന്നാണ് അതിൻ്റെ അർത്ഥം. വെടിപ്പുള്ളത്, അഴുക്കില്ലാത്തത്. അതിൻ്റെ എതിർപദം അശുദ്ധം എന്നാണ്. അശുദ്ധം എന്നാണ്. എന്നാൽ വിശുദ്ധം എന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യത്തിന് വേണ്ടി മാത്രം മാറ്റി നിൽക്കുക. അതിൻ്റെ എതിർപദം സാമാന്യം എന്നാണ്. സ്തോത്രം. വാക്യം വായിച്ചിരുന്ന എഹെസ്കേൽ 44:23 വായിച്ചു വന്ന. സ്തോത്രം. ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാമല്ലോ. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. അപ്പം കണ്ടോ, 4 പദങ്ങളും അവിടെ തന്നു. ഒന്ന് വിശുദ്ധം, ഓപ്പോസിറ്റ് സാമാന്യം. അടുത്തത് മലിനം, അടുത്തത് നിർമ്മലം. അശുദ്ധം, ശുദ്ധം, വിശുദ്ധം, സാമാന്യം. സ്തോത്രം. അപ്പോൾ യേശു പറയുന്നു, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് സങ്കടമുണ്ട്, സങ്കടത്തോടെ ഓർക്കുന്നു. എന്നാലും നിങ്ങൾക്ക് ആശയം കിട്ടാൻ വേണ്ടി ഞാൻ പറയാം, മനസ്സിലുണ്ടെങ്കിലും തിരുത്താനും കൂടെ വേണ്ടി. സ്തോത്രം. ഈ തിരുവല്ല പട്ടണത്തിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ്, കുറഞ്ഞ ഒരു 10-20ഓളം വർഷങ്ങൾക്ക് മുമ്പ്, സ്തോത്രം, ഒരു പ്രത്യേക സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ, സ്തോത്രം, ഞാനും ഇച്ചിരി നേരം ദൈവവചനം ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വളരെ അറിയപ്പെടുന്ന ഒരു ദേവദാസൻ വചനം ശുശ്രൂഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവിന് വിശുദ്ധി പോരായിരുന്നെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ എല്ലാവരുടെയും നെറ്റ് ചുളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ എടുത്ത് വായിക്കെന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ 17:19 വായിപ്പിച്ചു. ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ അപ്പോൾ വിശുദ്ധി കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം അതിന് പറഞ്ഞ വ്യാഖ്യാനം ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. യേശുവിലെ ദൈവത്വം, യേശുവിലെ മനുഷ്യത്വത്തെ നോക്കിയപ്പോൾ പോരാ എന്ന് തോന്നിയെന്ന്. നിങ്ങളങ്ങനെ ചിന്തിക്കരുത്.
അത് തെറ്റാ. ഞാൻ സ്നേഹമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അത് വേണ്ട പോലെ ഉൾക്കൊണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. പൊതുവായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. സ്തോത്രം. നമ്മൾ ആര് പറഞ്ഞാലും വേണ്ടുകയില്ല. വേദോത്സവത്തിൽ അങ്ങനെ തന്നെ ആണോ എന്ന് നോക്കിയേക്കണം. ഇപ്പം ഞാൻ പറയുന്നു, സ്തോത്രം, വേദോത്സവത്തിൽ അങ്ങനെ തന്നെ ആണോ നിങ്ങൾ നോക്കിയേച്ച്. വൈകിട്ടത്തെ ഒരു സെഷനിലൂടെ ഈ ദൈവദാസൻ എന്നെ വിളിച്ചിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് വരാൻ വൈകിയാൽ, അപ്പോൾ അതിന് മുമ്പുള്ള സമയത്തോ യോഗം തുടങ്ങുന്നതിന് മുമ്പോ നിങ്ങൾക്ക് ചോദിക്കാം. മൈ പൂർ സെൽഫ് ഈസ് ഓപ്പൺ ഫോർ ക്വസ്റ്റ്യനിങ്. സ്തോത്രം. ഐ എം ബൗണ്ട് ടു ഗീവ് ആൻസർ. സ്തോത്രം. അതുകൊണ്ട് ആര് പറയുന്നു എന്നുള്ളത് എടുക്കണ്ട, എന്താ പറയുന്നുള്ളത് എടുക്കണം. രണ്ടാമതായിക്കോട്ടെ ആരാ പറയുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുന്നത്. സ്തോത്രം. അത് വേറൊരു വിഷയം. അപ്പോൾ വിശുദ്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്, ഒരു കാര്യത്തിനായി മാത്രം മതി. അപ്പോൾ കർത്താവ് ആ തന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയത്, സ്തോത്രം, എന്തിനാ? അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, നമ്മളും ഇതുപോലെ വിശുദ്ധന്മാരാകണം. ഇതുപോലെ നമ്മെ തന്നെ ദൈവത്തിനായി മാറ്റി നിർത്തിയവരാകണം. സ്തോത്രം. ഹാലേലൂയ. നമ്മളിവിടെ പാടിയപ്പം സ്തോത്രം പാടി, സ്തോത്രം, സ്വർഗത്തിൽ ഞങ്ങൾക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാ. പക്ഷെ പാടിയപ്പോൾ ആശ്രയിക്കുന്നതായിപ്പോയി. സ്തോത്രം. അങ്ങനെ പാടാറുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. സ്തോത്രം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തിനകത്ത് ഒരു സ്റ്റാൻസാണല്ലോ. സ്തോത്രം. സ്വർഗത്തിൽ ഞങ്ങൾക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ആശ്രയിക്കാൻ തീർച്ചയായിട്ടും ഉണ്ട്, എന്നാൽ അതിനേക്കാളും ഒന്നുകൂടെ ഇച്ചിരി ഒരു അടുപ്പമുള്ള ഒരു വാക്കല്ലേ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ സ്തോത്രം ആ സമർപ്പണം, കർത്താവ് വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, വേറൊന്നും എനിക്ക് വേണ്ട, അങ്ങൊന്നും മതി എന്നുള്ള, അതാണ് വിശുദ്ധം. സ്തോത്രം. പൂർണ്ണമായും കർത്താവിനായി ഏൽപ്പിക്കപ്പെട്ടത്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഞാനിങ്ങനെ വിഷയം വിട്ട് പോകുന്നു പേടിക്കുന്നു, മടങ്ങി വന്നോട്ടെ. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ നമ്മളെ വിശുദ്ധീകരിക്കേണ്ടതിന് കർത്താവ് തന്നെ വിശുദ്ധനായി വേർതിരിച്ച് സമർപ്പിച്ചു. സ്തോത്രം. പറഞ്ഞു വന്ന കൂട്ടത്തിൽ പിന്നെ പരിശുദ്ധിയും കൂടെ ഒരു വാക്ക് പറഞ്ഞേച്ചു പോകാം. സ്തോത്രം. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് മാത്രമുള്ള ഗുണവിശേഷമാണ്. അതാണ് വെളിപ്പാട് 15 നമ്മൾ വായിക്കുന്നു. കർത്താവേ, ആറ് നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീ അല്ലോ ഏക പരിശുദ്ധൻ. പരിശുദ്ധൻ. ദൈവത്തെക്കുറിച്ച് മാത്രമേ പരിശുദ്ധൻ എന്ന വാക്ക് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ. സ്തോത്രം. ദൈവം മാത്രം പരിശുദ്ധൻ. നമ്മളൊക്കെ വിശുദ്ധന്മാരാണ്, അത്രയേ ഉള്ളൂ. സ്തോത്രം. ഇനി എന്താ പരിശുദ്ധി? പരിശുദ്ധി എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെച്ചത്. ആ വേർപാട് കൊണ്ടാണ് വിശുദ്ധി നിലനിൽക്കുന്നത്. ശരിയല്ലേ? വേർപാട് കൊണ്ട് മാറ്റിവെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് വിശുദ്ധമായിരിക്കുന്നത്. എന്നാൽ ആ വേർപാട് നഷ്ടപ്പെട്ടാൽ വിശുദ്ധി നഷ്ടപ്പെടും. സ്തോത്രം. എന്നാൽ പരിശുദ്ധി ആകട്ടെ അശുദ്ധിയുമായുള്ള ഏറ്റുമുട്ടലിൽ അശുദ്ധനെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ദൈവപ്രഭാവമാണ് പരിശുദ്ധി. യേശുക്രിസ്തു ഇവിടെ ശുശ്രൂഷിച്ചിരുന്നപ്പോൾ, കർത്താവ് ഇവിടെ ശുശ്രൂഷിച്ചിരുന്നപ്പോൾ ന്യായപ്രമാണം നിലവിലുണ്ട്. അപ്പോൾ സ്തോത്രം, ഒരു 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 കുഷ്ഠരോഗി എപ്പോഴും അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. കാര്യം എന്താ? ആരെങ്കിലും അവനോട് അടുത്ത് വന്നു പോയാൽ അവൻ അശുദ്ധനായി പോകും. അതുകൊണ്ട് ഇവൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. ആരെങ്കിലും അറിയാതെ വന്ന് കുഷ്ഠരോഗിയെ തൊട്ടുപോയാൽ തൊട്ടവൻ അശുദ്ധനാകും. എന്നാൽ യേശു എന്ത് ചെയ്തു? കുഷ്ഠരോഗിയെ, സ്തോത്രം, തൊട്ടു. ഒരു തർജ്ജിമയിൽ പറയുന്ന ആശ്ലേഷിച്ചെന്ന. കാരണം കുഷ്ഠരോഗി ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും രോഗിയാണ്. സ്തോത്രം. ഈ കോവിഡ് കാലത്ത് ഒത്തിരി പേര് മരിച്ചത് ഏകാന്തത കൊണ്ടാണ് മരിച്ചത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആരും അടുത്തോട്ട് വരാതെ, ഒരു വാക്ക് മിണ്ടാനില്ലാതെയോ ഒന്ന് ഓർത്ത് നോക്കി, ഈ മൊബൈലും കൂടെ ഇല്ലാതെ ഒത്തിരി പേര് കൂടുതൽ ചത്തേനെന്നാണ് തോന്നുന്നത്. സ്തോത്രം. നോക്കണേ. സ്തോത്രം. മീൻസ് ഒരു ഫിസിക്കൽ കോണ്ടാക്ട്, ഒരു ഇമോഷണൽ കോണ്ടാക്ട് ഇല്ലെങ്കിൽ അതൊരു ഭയങ്കര സങ്കടമായ കാര്യമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുഷ്ഠരോഗി ശരീരത്തിലും മനസ്സിലും രോഗിയാണ്. അതുകൊണ്ട് യേശു അവനെ ആശ്ലേഷിച്ചു. സ്തോത്രം. യേശു അശുദ്ധനായില്ല, ഇവൻ ശുദ്ധനായി. ആ ദൈവപ്രഭാവമാണ് പരിശുദ്ധി. ഹല്ലേലൂയ. അതുകൊണ്ട് വേറെ ആരെയും പരിശുദ്ധനെന്ന് വിളിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വേറെ ആരെയും പരിശുദ്ധനെന്ന് വിളിക്കരുത്. അറിയാമല്ലോ, നമ്മുടെ വിമർശിക്കുമല്ല, ഒരു സത്യം പറയുന്നതുകൊണ്ട് ദേഷ്യം വരല്ല.
അതായത് ഈ നമ്മുടെ പട്ടത്വ സഭകളിൽ മേപ്പട്ടക്കാരെ വാഴിക്കുമ്പോൾ അവരെ ചടങ്ങിൻ്റെ ഒടുവിൽ അവരെ ഒരു കസേരയിലിരുത്തിയിട്ട് സ്ഥാനചിഹ്നങ്ങളൊക്കെ അണിയിച്ച് അംശവടിയും തടിയും മുടിയും ഒക്കെ കൊടുത്തിട്ട് എന്നിട്ട് പ്രധാനികൾ വന്ന് അദ്ദേഹത്തെ എടുത്തിങ്ങനെ വീശും. ഒക്സിയോസ് ഒക്സിയോസ് ഓക്സിയോസ് എന്ന് 3 പ്രാവശ്യം വീശും. വീശിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ എന്തോ വിളിക്കും? പരിശുദ്ധ ബാവ വിളിക്കും. എന്തൊരു തെറ്റാണെന്നറിയാമോ? നമ്മുടെ സഹോദരങ്ങളാണ്, അവരറിയാതെ ചെയ്യുന്നതാണ്. ദൈവം ക്ഷമിക്കുകയും അവരുടെ മനസ്സിൽ മാറ്റം കൊടുക്കുകയും ചെയ്യട്ടെ. എല്ലാവരും കൂടെ ഉണ്ടോ? സ്തോത്രം. അപ്പോൾ ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ. സ്തോത്രം. നമ്മുടെ ഒരു പാട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്തോത്രം, സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞങ്ങളുടെ സഭയിൽ പാടുന്നത് സ്തോത്രം, സ്തുതിച്ചിടാം വെള്ളത്തിൻ ഇരച്ചൽ പോൽ ശബ്ദത്താൽ പതിവൃതയാം സഭയെന്ന. പതിവൃതയാം സഭയെ. സ്തോത്രം. നമ്മൾ സഭ ആരല്ല? പരിശുദ്ധമല്ല. സ്തോത്രം. മുട്ടങ്കി വരിച്ചാനാണ് ആ പാട്ട് എഴുതിയത്. സ്തോത്രം. അദ്ദേഹം ഇപ്പോൾ വിശ്രമത്തിന് പോയി. സ്തോത്രം. അത് TPM പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോഴാണ് ആ പാട്ട് എഴുതിയത്. സ്തോത്രം. അത് തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു, ജയമെടുത്തോർ നാം സ്തുതിച്ചിടുകയും, അദ്ദേഹം തന്നെ ഇവിടെയൊക്കെ പറയുമായിരുന്നു. സ്തോത്രം. ജയമെടുത്തോർ നാം സ്തുതിച്ചിടുകയും അതിനും യോഗ്യൻ ക്രിസ്തു. സ്തോത്രം. എന്നിട്ട് ഉമ്മച്ചനപ്പച്ചനാ പറഞ്ഞ് വിവരിച്ച ആ പാട്ട് കൊള്ളാം, പക്ഷേ ജയമെടുത്തോറെന്നുള്ളതല്ല, ദയ ലഭിച്ചോറെന്നാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദയ ലഭിച്ചോറെന്നാക്കിയത്. ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിച്ച് പറഞ്ഞു, അപ്പച്ചാ ഈ സ്തോത്രം പരിശുദ്ധം എന്നൊക്കെ മാറ്റി. സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ പാടുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. നിങ്ങളങ്ങനെ പാടിക്കോ, ശരിയാ എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ പ്രചാരത്തിലായി. നമ്മളങ്ങനെ തിരുത്തുന്നതിൽ ദോഷമൊന്നുമില്ല. സ്തോത്രം. ആട്ടെ, പതിവൃതയാം സഭ. അപ്പോൾ നമ്മൾ പരിശുദ്ധന്മാരല്ല, നമ്മൾ ആരാ? വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് വിശുദ്ധിയിൽ വളരാം. പരിശുദ്ധി മാറ്റം വരാത്തതാണ്. സ്തോത്രം. മാറ്റം വരാത്തതാണ്. സ്തോത്രം. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്. വിശുദ്ധിന് ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം. അതെ, അങ്ങനെ നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവ് തന്നെ വേർതിരിച്ച് സമർപ്പിച്ച് പെസഹ. സ്തോത്രം. കുഞ്ഞാടായി നമുക്ക് വേണ്ടി ഇവിടെ വന്ന് യാഗമായി തീർന്നു. സ്തോത്രം. കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ കർത്താവ് പറയുന്നൊരു വാക്ക് വായിച്ചിട്ട് ഞാൻ തുടരാം. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യം സുപരിചിതമായ വാക്യമാണ്. മർക്കോസ് 10:45. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. സ്തോത്രം. യേശു വന്നത് നമ്മെ കൊണ്ട് എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യിക്കാനല്ല. സ്തോത്രം. പിന്നെ നമ്മളെ ശുശ്രൂഷിക്കാനാണ്. സ്തോത്രം. പിന്നെ നമുക്ക് വേണ്ടി മറുവിലയായി യാഗമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കാനാണ് കർത്താവ് ഇവിടെ വന്നത്. സ്തോത്രം. എന്തുകൊണ്ട് കാൽവറി ആവശ്യമായി? സ്തോത്രം. എനിക്ക് ഈ ചെറുപ്പക്കാരോട് സുവിശേഷം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പക്കാരുടെ സുവിശേഷം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തന്നെയല്ല, അവർ ചോദ്യം ചോദിക്കാൻ ഞാൻ അവരെ ഉത്സാഹിപ്പിക്കാറുണ്ട്. സ്തോത്രം. അങ്ങനെ ചോദിച്ച കൂടുതൽ ഒരു ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ്: മനുഷ്യൻ പാപിയായി, ശരിയാണ്, നരകത്തിലൊക്കെ വിധിക്കപ്പെട്ടു പോയി, ദൈവത്തോടാണ് ദ്രോഹം ചെയ്തത്, ഇങ്ങനെയൊക്കെയായി. പക്ഷെ ദൈവത്തിനങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നോ? ദൈവത്തിന് മനുഷ്യനോട് പാവം അങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നോ? തന്നെയല്ല, ദൈവം സ്നേഹമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതെ, ദൈവം സ്നേഹമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ സ്നേഹം ദോഷം കണക്കിടാത്ത ബന്ധമല്ലേ? എല്ലാം പൊറുക്കുന്ന ബന്ധമല്ലേ? എല്ലാം സഹിക്കുന്ന ബന്ധമല്ലേ? അങ്ങനെയാണ് ദൈവത്തിന് എന്തങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നോ? ഈ നിങ്ങൾ പറയുന്ന പോലെ യേശു വന്ന് കഷ്ടപ്പെടുകയും ഈ യാഗമാകുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? സ്തോത്രം. നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയാം? സ്തോത്രം. ശ്രദ്ധിക്കണേ, ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനാണ്. ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനാണ്. ദൈവപ്രകൃതത്തിലെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും തുല്യപ്രധാനങ്ങളാണ്. ഒന്നുകൂടെ പറയാം, ദൈവപ്രകൃതത്തിലെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും തുല്യ പ്രധാനങ്ങളാണ്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, തുല്യപ്രധാനങ്ങളാണ്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പേരിൽ നീതി നിഷേധിക്കുകയില്ല. സ്നേഹത്തിൻ്റെ പേരിൽ നീതി നിഷേധിക്കുകയില്ല. അപ്പോൾ സ്നേഹിക്കുന്നത് കൊണ്ട്
സ്നേഹിക്കപ്പെടുന്ന മനുഷ്യനെ വീണ്ടെടുക്കണം. പക്ഷേ സ്തോത്രം, നീതി നിവർത്തിക്കുകയും വേണം. അപ്പോൾ നീതി നിവർത്തിക്കുകയും സ്നേഹം ഫലകരമാകുകയും ചെയ്യേണ്ടതിന് സ്തോത്രം, നീതി നിവർത്തിക്കാനായി ഹല്ലേലൂയ കാൽവറിയിൽ കർത്താവ് യാഗമായി തന്നെത്താൻ ഏൽപ്പിച്ചു. ഇവിടെ ഒരു കാര്യം മറക്കരുത്. സ്തോത്രം, ദൈവം നീതിയുടെ കാര്യത്തിൽ നിഷ്കർഷയുള്ളവരാണ്. ദൈവം നീതിമാനാണ്. ദൈവം ഇന്ന് സ്നേഹമാണ്, അതേപോലെ തന്നെ ദൈവം നീതിമാനാണ്. അതുകൊണ്ടാണ് കാൽവറി ആവശ്യമായി വന്നത്. സ്തോത്രം, അത് നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 138 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം, നീ നിന്റെ നാമത്തിനു മീതിയൊക്കെയും നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം, ദൈവം തൻ്റെ ദൈവം തന്ന വാഗ്ദത്തം ഏതാണ്? ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യജീവനാണ്. ഏദനിൽ ആദമിന് കൊടുത്ത വാഗ്ദത്തം, മനുഷ്യകുലത്തിന് കൊടുത്ത ആദ്യത്തെ വാഗ്ദത്തം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സ്തോത്രം, സ്ത്രീയുടെ സന്തതിയിലൂടെ വീണ്ടെടുപ്പ് സാധ്യമാകും എന്നുള്ളതാണ് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും പ്രധാന വാഗ്ദത്തം. ആ വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് തൻ്റെ നാമം ഏതുമില്ലാത്തതാക്കി എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, സ്തോത്രം, ദൈവം സർവശക്തനാണ്. പക്ഷേ കാൽവറിയിൽ എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെയായി എന്ന് പറയത്തക്കതുപോലെ ബലഹീനനായി. ദൈവം സർവജ്ഞാനിയാണ്. പക്ഷെ ഒന്നും അറിയാത്തവനെ പോലെ. നോക്കണേ, സ്തോത്രം, വിസ്താരവേളയിൽ യേശു നിൽക്കുമ്പോൾ ഒരു ക്രൂരനായ നിന്ദ്യനായ ഒരു പടയാളി വന്ന് എൻ്റെ ഗുരുവിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചിട്ട് പറ, യേശുവേ നീ പറ, മശിഹായല്ലേ നീ പറ, ആരാ നിന്നെ അടിച്ചെന്ന് പറ. സ്തോത്രം, അടിച്ചോൻ്റെ പേരങ്ങ് പറയാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണേ, യേശുവിനെ അറിയാം. അടിച്ചോൻ്റെ പേരും അവൻ്റെ അപ്പൻ്റെ പേരും അപ്പൻ്റെ പേരും ആദാം മുതലുള്ളവൻ്റെ പരമ്പര മുഴുവൻ അവിടെ പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ ഒന്നും അറിയാത്തവനെ പോലെ, വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെ കർത്താവ് അവിടെ നിൽക്കുക. സ്തോത്രം, സർവജ്ഞാനിയായവൻ ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കുന്നു. സ്തോത്രം, സർവവ്യാപിയായവൻ തന്നെത്താൻ എളിമപ്പെടുത്തി ഒരു മനുഷ്യ ഭ്രൂണമായി കന്യകയുടെ ഗർഭത്തിൽ ഒതുങ്ങി. ഹല്ലേലൂയ. മരണമില്ലാത്തവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ നാമം ഏതുമില്ലാത്തതാക്കി തൻ്റെ വാഗ്ദാനം നിവർത്തിച്ച ദൈവനീതിയുടെ മുമ്പിൽ, ഹല്ലേലൂയ, സ്തോത്രം, നാം നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ തന്നെ ഭയപ്പെടണം. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ടതെന്നറിയാമോ? ദൈവം വിട്ടുവീഴ്ചയില്ലാത്ത നീതിമാനാ. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് അസംബ്ലീസ് ഓഫ് ഗോഡിൽ അനുഗ്രഹീതനായ ശുശ്രൂഷകനാണ് പാസ്റ്റർ P.D. ജോൺസൺ. സ്തോത്രം, ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് കിടങ്ങന്നൂർ വന്നൊരു യോഗം നടത്തിയപ്പോൾ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ കുരിശു വരയ്ക്കാറുണ്ട്. സ്തോത്രം, നമ്മൾ കവലകളിൽ കുരിശ് നാട്ടാറുണ്ട്. നമ്മുടെ ആലയങ്ങളിൽ നമ്മൾ ക്രൂശിൻ്റെ രൂപം വെക്കാറുണ്ട്. സ്തോത്രം, കുരിശിട്ട മാല, കുരിശ് രൂപം മാലയിൽ അണിയാറുണ്ട്. കുരിശ് മറക്കരുത്. നമ്മൾ കാണുന്ന ഓരോ കുരിശ് രൂപവും ദൈവം നീതിമാനാണ്, ദൈവം നീതിമാനാണെന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നീ നടക്കുമ്പോൾ നീ ഇട്ടിരിക്കുന്ന മാലയിലെ ക്രൂശ് നെഞ്ചത്തോടെ ആർത്ത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നീതിമാനാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, ഇവിടെ ഇന്ന് ദൈവത്തോട് നിരന്നുകൊള്ളണമെന്ന് അദ്ദേഹം വളരെ ആവേശത്തോടെ പറഞ്ഞത് ഞാൻ മറക്കില്ല. സ്തോത്രം. അപ്പോൾ ക്രൂശ് ആവശ്യമായത് ദൈവം നീതിമാനായതുകൊണ്ടാണ്. സ്തോത്രം. ക്രൂശ് എന്ന് പറയുന്നത്, ക്രൂശീകരണം, കർത്താവിൻ്റെ രക്ഷണ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് 6 മണിക്കൂർ
കുരിശിൽ തൂങ്ങിക്കിടന്ന ആ കഷ്ടപ്പാടിൻ്റെ സമയത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്ന അതിൻ്റെ 49 മുതൽ എടുത്തെങ്കിലും കാണിച്ചാൽ നന്നായിരിക്കും. ഭൂമിയിൽ തീയിടുവാൻ എടുത്തെങ്കിൽ വായിച്ചാൽ നന്ന വായിച്ചോ. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു? വായിച്ചോളൂ. എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു, അല്ലല്ല ഛിദ്രം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിമേൽ ഒരു വീട്ടിൽ 20 മൂവരും 20 ഇങ്ങനെ 5 പേർ തമ്മിൽ ഛിദ്രിച്ചിരിക്കും. അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മാവിയമ്മ മരുമകളോടും മരുമകൾ അമ്മാവിയമ്മയോടും ഛിദ്രിച്ചിരിക്കും. കേട്ടോ, ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു. തീ എന്ന് പറഞ്ഞാൽ ന്യായവിധിയാണ്. കേട്ടോ, മറക്കല്ല, തീ ന്യായവിധിയാ. സ്തോത്രം. നോക്കണേ, സ്തോത്രം. ഞാൻ തീയിടാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ എന്നല്ല ഞാൻ എന്തു പറയേണ്ടു. എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ സ്നാനം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ കൈക്കീഴിലുള്ള സ്നാനം കഴിഞ്ഞതാണ്. സ്തോത്രം. പക്ഷേ ആ സ്നാനം ഏതാ? ആ സ്നാനം ക്രൂശീകരണമാണ്. സ്നാനം എന്ന ഒറ്റ വാക്കിൽ 3 ആശയങ്ങളുണ്ട്. 1 മരണം, 2 അടക്കം, 3 ഉയിർപ്പ്. മരണമടക്കം ഉയിർപ്പ്. നമ്മുടെ സ്നാനത്തിൽ ഇത് തന്നെയാണ് നടന്നത്. കേട്ടോ, റോമർ 6:2 മുതൽ വായിക്കുമ്പോൾ, അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമറ്റവരാ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം പറ്റിക്കുന്ന അറിയുന്നില്ലയോ? അങ്ങനെ അവൻ്റെ മരണത്തിൽ പങ്കാളികളെത്താൻ സ്നാനത്താൽ നാം അവനോട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിനെ മോഹിയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാന സാദൃശ്യത്തോടും ഏകീഭവിക്കും. 7-ാം വാക്യം, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്കൊരു സ്നാനമേൽപ്പാനുള്ളത്, എനിക്കൊരു മരണമുണ്ട്, എനിക്കൊരു അടക്കമുണ്ട്, എനിക്കൊരു ഉയിർപ്പുണ്ട്, അത് കഴിവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശിൻ്റെ ഭാരം കർത്താവിൻ്റെ ഹൃദയത്തിന്മേൽ ജീവകാലം മുഴുവനും ഉണ്ടായിരുന്നു. ക്രൂശിൻ്റെ ഭാരം. സ്തോത്രം. The weight of the cross was on the heart of the Lord all through his life എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ലോകസ്ഥാപനത്തിങ്കൽ അറുക്കപ്പെടുവാൻ മാറി നിൽക്കുമ്പോൾ മുതൽ ക്രൂശിൻ്റെ അനുഭവം കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. സ്തോത്രം. മറക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ട, അതുകൊണ്ട് ഈ ശുശ്രൂഷ കാലയളവ് മുഴുവൻ ക്രൂശീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അതുകൊണ്ടാണ് ഈ ക്രൂശീകരണത്തിൽ സകല നീതിയും നിവർത്തിക്കുകയായിരുന്നു. സ്തോത്രം. അതാണ് മത്തായി 5:17 നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സ്തോത്രം. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഇച്ചിരി കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. സ്തോത്രം. എന്താണ് ന്യായം, എന്താണ് നീങ്ങുക, അല്ലെങ്കിൽ എന്താണ് നിവർത്തിക്കുക? 2 വാക്ക് പടമുണ്ട്. നീക്കാനല്ല വന്നത്, നിവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ തൊട്ട് താഴോട്ട് വരുമ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നീങ്ങുകയില്ല, നിവർത്തിക്കുകയുള്ളൂ. സ്തോത്രം. എന്താണ് ന്യായപ്രമാണം? സ്തോത്രം. എന്താണ് നീങ്ങുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിവർത്തിക്കുക എന്നാൽ ശ്രദ്ധിച്ചിരുന്നാട്ടെ, ഞാൻ പറയാം. സ്തോത്രം. ന്യായപ്രമാണം എന്നാൽ പാപപരിഹാരത്തിന് ദൈവം നിയമിച്ച വ്യവസ്ഥകളുടെ, പ്രമാണങ്ങളുടെ വ്യക്തമായ രൂപരേഖയാണ് ന്യായപ്രമാണം. ഒന്നുകൂടെ പറയാം. പാപപരിഹാരത്തിന് ദൈവം നിയമിച്ച വ്യവസ്ഥകളുടെ, നിയമങ്ങളുടെ വ്യക്തമായ രൂപരേഖയാണ്. ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഗോഡ്സ് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഗെറ്റിംഗ് വൺസ് സിൻ റിസോൾവ്ഡ്. അതിന് ദൈവം നൽകിയ പ്രമാണമാണ് ന്യായപ്രമാണം. സ്തോത്രം. അതുകൊണ്ടാണ് അതിൻ്റെ തലക്കെട്ട് എന്താ? ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും എന്ന തലക്കെട്ടിട്ട് അതിൻ്റെ താഴെ സ്തോത്രം 10 കൽപ്പനകൾ,
5 വിധ യാഗങ്ങൾ, അവയോട് ചേർന്നുള്ള ഉപ അർപ്പണങ്ങൾ, 7 പെരുന്നാളുകൾ, ഭക്ഷ്യ നിയമങ്ങൾ, വസ്ത്രധാരണത്തിൻ്റെ ചട്ടങ്ങൾ, കുടുംബജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ, സാമൂഹ്യ ജീവിതത്തിൻ്റെ ചിട്ടകൾ, എല്ലാം മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശദമായ പ്രമാണം, ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ പോലെ നമ്പരിട്ടെഴുതി ദൈവം മനുഷ്യവർഗത്തിൽ മിടുക്കന്മാരായ യഹൂദനെ ഏൽപ്പിച്ചു. സ്തോത്രം. ആൾക്കൂട്ടത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക, ഇതാ നിങ്ങൾ ആരെങ്കിലും ആചരിക്കാമേ ആചരിച്ചോ, പാവരിയാരും പ്രാപിച്ചോ, അങ്ങനെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നില്ല. ആൾക്കൂട്ടത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? കൂട്ടത്തിൽ മിടുക്കന്മാരായ യഹൂദനെ തെരഞ്ഞെടുത്തു. സ്തോത്രം. നമുക്കറിയാം, അവരാണിന്ന് അവരെ മിടുക്കന്മാരാക്കിയത് ദൈവം കേട്ടോ. അതാ നമ്മൾ സ്തോത്രം ആവർത്തന പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചേക്കാമോ? ആവർത്തനം 8:16 വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. ആവർത്തനം 8:16. സ്തോത്രം. സ്തോത്രം. എടുക്കുന്നു, വായിച്ചോ. നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മഞ്ഞ കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത. കേട്ടോ. താങ്ക് യു. അപ്പോ പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് നിന്റെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മന്ന കൊണ്ട് പോഷിപ്പിച്ചെന്ന് എന്ന് പറഞ്ഞാൽ, അപ്പന്മാര് മന്ന തിന്നതിൻ്റെ ഫലമാണ്. മനസ്സിലായല്ലോ? സ്തോത്രം. പിൻതലമുറകൾക്ക് ഇത്രയും സ്തോത്രം കഴിവുകളും സാമർഥ്യവും ഉണ്ടായതെന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറക്കല്ലേ. സ്തോത്രം. നമുക്കറിയാമല്ലോ. സ്തോത്രം. ഈ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഭക്ഷണം വളരെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് ബുദ്ധിയുള്ളവനും ഒക്കെ ആകണമെങ്കിൽ പ്രത്യേക തരത്തിൽ ശ്രദ്ധയോടെ ഉള്ള ഭക്ഷണം കഴിക്കണം. നല്ല ശ്രദ്ധയോടെ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ള ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരികയുള്ളൂ, ജനിക്കുകയുള്ളൂ എന്നാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവരുടെ പിതാക്കന്മാരെ മന്ന കൊണ്ട് പോഷിപ്പിച്ച് പിൽക്കാലത്ത് അവർക്ക് നന്മ ചെയ്യേണ്ടതിന് അവരെ മിടുക്കന്മാരാക്കി. സ്തോത്രം. എന്നിട്ട് സ്തോത്രം അവരുടെ കയ്യിൽ പ്രമാണം കൊടുത്തു, ഇത് ചെയ്യ്, നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ സ്തോത്രം ഒരു യുഗം മുഴുവൻ കിട്ടിയിട്ടും അവർക്കത് നിവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. ഇത് നിവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണേ, ഇത് നിവർത്തിക്കാനായിട്ട് ദൈവം അവർക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് മുൻകണ്ടുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത പേരാണ് ദൈവത്തിൻ്റെ പുത്രൻ. വായിച്ചോളൂ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇസ്രായേലിന് ദൈവം കൊടുത്ത പേരാ. പുറപ്പാട് 4:22 വായിച്ചാട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടത് കൊന്നുകൾ. കേട്ടോ. ഇസ്രായേലിന്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ. ഇസ്രായേലിന് ദൈവം കൊടുത്ത പേരാണ് ദൈവത്തിൻ്റെ ആദ്യജാതൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള പേര്. ഇസ്രായേലിന് ദൈവം കൊടുത്ത പേരാ. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന പേരിൽ യേശു ഇവിടെ വന്നത്. ആ പ്രമാണം നിവർത്തിക്കാൻ വന്നതുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന പേര് സ്വീകരിച്ചത്. സ്തോത്രം. ഒരു തെളിവും കൂടെ പറയാം. സ്തോത്രം. ഇസ്രായേലിന് ദൈവം കൊടുത്ത മറ്റൊരു ടൈറ്റിലാണ് സ്തോത്രം ദൈവത്തിൻ്റെ മുന്തിരി. യെശയ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായത്തിൽ പ്രത്യേകം അതെടുത്ത് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മുന്തിരി. അതിൻ്റെ യെശയ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദാ പുരുഷന്മാരും ആകുന്നു. കേട്ടോ, യഹൂദ പുരുഷന്മാർ. സ്തോത്രം. ഈ മുന്തിരിത്തോട്ടത്തിലെ നടുതലയാ. പക്ഷേ സ്തോത്രം മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. അവരെ ഈ പ്രമാണം പാലിക്കുവാൻ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചു. സ്തോത്രം. അതാണ് പുറപ്പാട് 20:6 നമ്മൾ വായിക്കുന്നു, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അതുകൊണ്ട് ആ മകൻ, അപ്പനും മോനും തമ്മിലുള്ള ബന്ധമാണ് സ്നേഹബന്ധം. സ്തോത്രം. അതുകൊണ്ട് എന്നെ സ്നേഹിച്ച് എൻ്റെ വചനം പ്രമാണിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക്
ദൈവപുത്രൻ എന്ന പേരും കൊടുത്തു, മുന്തിരി എന്ന ദൈവത്തിന് മുന്തിരി എന്ന പേരും കൊടുത്തു. പക്ഷേ അവർ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ. പക്ഷേ കർത്താവ് വന്ന് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം അത് നിവർത്തിക്കാൻ അവർക്ക് കഴിയാതെ പോയപ്പോൾ അത് നിവർത്തിക്കേണ്ടതിന് സ്തോത്രൻ്റെ കർത്താവ് ഇവിടെ വന്നു. അപ്പോൾ ദൈവപുത്രൻ എന്ന പേര് കർത്താവിൻ്റെ ശുശ്രൂഷ സംബന്ധമായ സ്ഥാനപ്പേരാ. സ്തോത്രം. അല്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ മോനായിരിക്കുന്നത് പോലെ അല്ല യേശു ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്നത്. അത് അവിടുത്തെ ശുശ്രൂഷ സംബന്ധമായുള്ള ഡെസിഗ്നേഷനാണ്, സ്ഥാനപ്പേരാണ്, ഉദ്യോഗപ്പേരാണ്. സ്തോത്രം. നോക്കണേ, നല്ല മുന്തിരി, ഞാൻ സാക്ഷാൽ മുന്തിരി. അപ്പോൾ ന്യായപ്രമാണം നിവർത്തിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടപ്പോൾ, സ്തോത്രം, അത് നിവർത്തിക്കേണ്ടതിന് കർത്താവ് ഇവിടെ വന്നു. കാര്യം ദൈവം ഒരു പ്രമാണം കൊടുത്താൽ അത് നീങ്ങുകയില്ല. ഒരു പ്രമാണം കൊടുത്താൽ അത് നീങ്ങുകയില്ല, അത് നിവർത്തിക്കുകയേ ഉള്ളൂ. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ, സ്തോത്രം, അത് ചെയ്യാതെ ജീവൻ പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഇവിടെ വന്ന് ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചുകൊണ്ടാണ് ജീവിച്ചത്. മറക്കല്ലേ. സ്തോത്രം. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക, പറയാം, യോഹന്നൻ്റെ കൈക്കീഴെ കർത്താവ് സ്നാനമേറ്റതും ന്യായപ്രമാണം നിവർത്തിക്കുന്നതിൻ്റെ ഒരു ചുവടായിരുന്നു. സ്തോത്രം. നോക്കണേ, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്ന് യോഹന്നൻ പറഞ്ഞപ്പോൾ യോഹന്നാനെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ ദൈവം നിയോഗിക്കുകയായിരുന്നു. ഒന്നുകൂടെ കൃത്യമാക്കാം, ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ന്യായപ്രമാണം ഭാഗം ഭാഗമായും വിവിധമായും നൽകപ്പെട്ടതാണ്. ദൈവം ന്യായപ്രമാണം ഭാഗം, അതാണ് എബ്രായർ 1:1. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തര പിതാക്കന്മാരോട് അരുളി ചെയ്തു. അപ്പോൾ ന്യായപ്രമാണം ഭാഗം ഭാഗമായി, സ്തോത്രം, പിൽക്കാലത്ത് പ്രവാചകന്മാരോട് കൂടുതൽ പ്രബോധനങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. അതുകൊണ്ട് യോഹന്നാനിലൂടെ ദൈവം കൊടുത്ത പ്രബോധനമാണ് മാനസാന്തര സ്നാനം. സ്തോത്രം. അപ്പോൾ അതും ന്യായപ്രമാണത്തിൻ്റെ, സ്തോത്രം, വ്യവസ്ഥയിൽപ്പെട്ടതാകയാൽ എൻ്റെ കർത്താവ് അതിനും വിധേയപ്പെടുവാൻ സമർപ്പിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഈ യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അത് യോഹന്നാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കും. അപ്പോൾ മാനസാന്തരപ്പെടുന്നവർ വരിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. യോഹന്നാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയും. അത് ചെയ്തു, ഇത് ചെയ്തു. അപ്പോൾ യോഹന്നാൻ ചോദിക്കും, വിട്ടുകളഞ്ഞോ. ഇനി ഒരിക്കലുമില്ല. ശരി, അങ്ങനെയെങ്കിൽ നീ മാനസാന്തരപ്പെടുത്തി മുക്കി പൊക്കി അങ്ങ് വിടും. നാമങ്ങളൊന്നുമില്ല. പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുക, അതാണ് മാനസാന്തര സ്നാനം. സ്തോത്രം. യേശു വന്നിങ്ങനെ നിൽക്കുക, ഏറ്റു പറയാൻ പാപമൊന്നുമില്ല. സ്തോത്രം. ഏറ്റു പറയാൻ പാപമൊന്നും ഇല്ലാഞ്ഞപ്പോൾ, സ്തോത്രം, യോഹന്നാൻ മുകളിലിടും. കാര്യം ദൈവം എന്നോട് അരുളിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവ്, സ്തോത്രം, പ്രാവെന്ന പോലെ ഇറങ്ങുന്ന ആരുടെ ഇറങ്ങുന്ന അവനാ മശിഹായെന്ന്. സ്തോത്രം. നോക്കിയിട്ട് കാണുന്നില്ല, എങ്കിലും മനസ്സിലായി ഇവൻ മശിഹ തന്നെയാണ്. ഞാൻ വിചാരിക്കുക യേശു ഒരു ചുവട് പുറകോട്ട് മാറിയിട്ട് കൈകൂപ്പി, ഇല്ല, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യം, തലകുനിച്ചു. സ്തോത്രം. ഉടനെ യേശു പറഞ്ഞ മറുപടി, ഇപ്പോൾ സമ്മതിക്കാം. യേശു അത് നിഷേധിച്ചില്ല. നിന്നാൽ സ്നാനമേൽപ്പാൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ, അയ്യോ അങ്ങനൊന്നും അല്ല കേട്ടോ, നീ എന്നെ അങ്ങനൊന്നും പറയില്ല. യേശു അത് നിഷേധിച്ചില്ല. യേശുവിനാൽ സ്നാനമേൽക്കാൻ ആർക്ക് ആവശ്യമുണ്ട്? യോഹന്നാൻ ആവശ്യമുണ്ട്. അതാ യോഹന്നാനോട് പറഞ്ഞു. യേശു അത് നിഷേധിച്ചില്ല. പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ ഈ കാര്യം ഒന്ന് സമ്മതിക്കുക. കാര്യം ഇത് സകല നീതിയും നിവർത്തിക്കുന്നതിനകത്ത് ഇത് വരുന്നതാണ്. അത് പറഞ്ഞപ്പോൾ യോഹന്നാന് കാര്യം ബോധ്യപ്പെട്ടു. യോഹന്നാൻ അപ്പോഴേ യേശുവിനെ സ്നാനപ്പെടുത്തി. സ്തോത്രം. കരയ്ക്കോട്ട് കയറി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക യോഹന്നാൻ കൂടെ കയറി കാണും. സ്തോത്രം. കയറിയപ്പോൾ, സ്തോത്രം, ആകാശം തുറന്നു. സ്തോത്രം. പരിശുദ്ധാത്മ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചു.
സ്തോത്രം. അതും ന്യായപ്രമാണത്തിൻ്റെ സ്തോത്രം പ്രമാണം നിവർത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിനുശേഷം 40 ദിവസം മരുഭൂമിയിലോട്ട് പോയി. സ്തോത്രം. 40 ദിവസം മരുഭൂമി പോയത് എന്തിനാണെന്നറിയാമോ? ശ്രദ്ധിക്കണേ. മരുഭൂമി പോയതും ന്യായപ്രമാണത്തിന് നീതി നിവർത്തിക്കലിൻ്റെ ഭാഗമായിരുന്നു. സ്തോത്രം. ഏതൊരു മരുഭൂമിയിൽ ഇസ്രായേൽ 40 വർഷം ഭക്ഷണകാര്യം പറഞ്ഞ് മത്സരിച്ചോ, അതേ മരുഭൂമിയിൽ യേശു 40 ദിവസം ഉപവസിക്കുകയാണ്. ദൈവം ഇവരെ 40 വർഷം മരുഭൂമിയിൽ നടത്തിയത് എന്തിനാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 2 മുതലൊന്ന് വായിക്കുമ്പോൾ, ആവർത്തനം 8-ാം അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ നിന്നെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് 40 സംവത്സരം ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. മതി. താങ്ക് യു. ശ്രദ്ധിക്കണേ. നിന്നെ താഴ്ത്തുവാനും നീ എൻ്റെ കൽപ്പന പ്രമാണിക്കുമോ എന്ന് നിന്നെ പരീക്ഷിക്കേണ്ടതിനും, പിന്നെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് 40 വർഷം മരുഭൂമി നടത്തി. പക്ഷേ അവർ മരുഭൂമിയിൽ മത്സരിച്ചു. അവർ തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. സ്തോത്രം. എന്നാൽ യേശു 40 ദിവസം അതേ മരുഭൂമിയിൽ ഉപവസിച്ചു. സ്തോത്രം. അപ്പോൾ വിശന്നപ്പോൾ പരീക്ഷന് വന്നു. കല്ലപ്പമാകാൻ കൽപ്പിക്കാതെ പറഞ്ഞപ്പോൾ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് വായിൽ കൂടി വന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവർ പഠിക്കാൻ വിട്ടുപോയത്, കഴിയാതെ പോയത് കർത്താവിൻ്റെ ജീവിതം കൊണ്ട് അങ്ങോട്ട് തെളിയിക്കുക. സ്തോത്രം. യേശുവിന് 40 ദിവസത്തെ ഉപവാസം. സ്തോത്രം. ഇസ്രായേൽ മരുഭൂമിയിൽ മത്സരിച്ചതിൻ്റെ പ്രായശ്ചിത്തമായി. ഹല്ലേലൂയ. ആ നീതി നിവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് 40 80 ഉപവസിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ യേശുവിൻ്റെ ഉപവാസത്തോടൊക്കെ ബന്ധിപ്പിക്കല്ലേ കേട്ടോ. സ്തോത്രം. അത് മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ ഉപവാസത്തോട് ബന്ധിപ്പിക്കരുത്. 21 ദിവസമാണ് പാർസ് രാജ്യത്തെ പ്രഭു എതിർത്ത്. 21 22. ഇപ്പോൾ പാർസ് രാജ്യത്തെ പ്രഭു ഒന്ന് എതിർത്തേക്കില്ല. ഇപ്പം ഡയറക്റ്റാണ് കേട്ടോ. പരിശുദ്ധാണ് നമ്മൾ വസി നമുക്ക് അരുളപ്പാട് തരികയാണ്. സ്തോത്രം കേട്ടോ. സ്തോത്രം. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയൊന്നും തടയാൻ പിതാവിനെ കൊണ്ട് ഒക്കുകയല്ല. തടയാൻ ഒക്കും. എപ്പോഴാണെന്നറിയാമോ? നമ്മൾ പാപത്തിൽ ജീവിച്ച് കുറ്റമേറ്റു പറയാതൊക്കെ പോവുകയാണെങ്കിൽ പ്രാർത്ഥന അങ്ങോട്ട് പോവില്ല. സ്തോത്രം. പക്ഷേ സ്തോത്രം, ഒരു ദൈവവൈതലിൻ്റെ പ്രാർത്ഥന തടയാൻ ആരെ കൊണ്ട് ഒക്കുകയല്ല, പിശാചിനെ കൊണ്ട്. കർത്താവ് നമ്മളിൽ വസിക്കുകയല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. ആട്ടെ. അതുകൊണ്ട് 21 ഇരുന്നു. കാര്യം 3 ആഴ്ച ഉണ്ട്. ഒരു ഞായറാഴ്ച തുടങ്ങി, പിന്നെ ഒരു ഞായറാഴ്ച സഭായത്തോടെ തീരുന്നതുകൊണ്ട് 3 ആഴ്ചയാണ് ഇരുന്നു. സ്തോത്രം. 21 ഇരുന്നു. പക്ഷേ യേശുവിന് ദാനിയേലിൻ്റെ ഉപവാസത്തോട് ഉപയോഗിക്കരുത്, യേശുവിൻ്റെ ഉപവാസത്തോട് ഉപമിക്കരുതെന്നുള്ളൂ. ആട്ടെ. സ്തോത്രം. മരുഭൂമിയിൽ അങ്ങനെ 40 ദിവസം കർത്താവ് ഉപവസിച്ചു. പിന്നെ കർത്താവ് സ്തോത്രം ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് ജീവിച്ചത്. സ്തോത്രം. കർത്താവ് ഒരിക്കലും ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ ലംഘിച്ചില്ല. ശബത്ത് ലംഘിച്ചു എന്നൊക്കെ അവരാരോപിച്ചതേ ഉള്ളൂ. കർത്താവ് ശബത്ത് ലംഘിച്ചില്ല. സ്തോത്രം. ശബത്ത് പതിവ് പോലെ ശബത്ത് തോറും പള്ളിയിൽ ചെന്നു. പതിവ് പോലെ എല്ലാ ശബത്തിലും കർത്താവ് എവിടെ പോയി? പള്ളിയിലെന്ന് പറഞ്ഞാൽ സിനഗോഗിൽ കേട്ടോ. സിനഗോഗിൽ ചെന്നു. സ്തോത്രം. കർത്താവ് ന്യായപ്രമാണം ലംഘിച്ചില്ല. സ്തോത്രം. പിന്നെ ഒരിക്കൽ പള്ളിയിൽ ചെന്നപ്പം 2 കൈയുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിരുന്നപ്പം മറ്റൊരിക്കലും ശബത്താ സൗഖ്യമൊക്കെ ഇല്ലയൊന്ന് അറിയട്ടെ നോക്കിയിരുന്നു. കർത്താവ് ചോദിച്ചു, ശബത്തിൽ നന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ ജീവനെ നശിപ്പിക്കുകയോ അതാവുന്നു വിഹിതം. മിണ്ടിയില്ല. ഒരുത്തരും മിണ്ടുന്നില്ല. അവർ യേശു അവിടെ നമ്മൾ വായിക്കുന്നു, കോപത്തോടെ അവരെ ചുറ്റും നോക്കി, ഹൃദയകാഠിന്യം നിമിത്തം. എന്നിട്ട് അവനോട് കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടി. സുഖമായി. ശബത്തിൽ ഉടനെ കർത്താവ്, കൊള്ളാം. നിന്റെ കാളയോ കഴുതയോ ശബത്തിൽ കുഴിയിൽ വീണാൽ, കുഴി കിടക്കുക, പെടല് വളഞ്ഞാ കിടക്കുന്നത്,
ശബത്ത നേരം അസ്തമിക്കട്ടെ വലിച്ചു കയറ്റാൻ ഇരിക്കുകയല്ല, കാളയായാലും വലിച്ചു കയറ്റും. അങ്ങനെയെങ്കിൽ സ്തോത്രം, അബ്രഹാമിൻ്റെ മകൾ 18 സംവത്സരമായി ബന്ധനസ്ഥരായിരുന്ന അബ്രഹാമിൻ്റെ മകളെ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? സ്തോത്രം നോക്കണേ, സ്തോത്രം. ശബത്ത് ലംഘിച്ചില്ല. ശബത്തിന് ശാസ്ത്രിമാർ കൊടുത്ത ചില പെറ്റി റൂൾസ് ഉണ്ടായിരുന്നു, അത് മാത്രമേ കർത്താവ് ലംഘിച്ചുള്ളൂ. കർത്താവ് ശബത്ത് ലംഘിച്ചില്ല. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ വിളിച്ചു ചോദിച്ചു, വലിയൊരു, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുന്നു? ഒരൊറ്റ വ്യക്തിക്ക് ഒരൊറ്റ കാര്യം പറയാനില്ലായിരുന്നു. സ്തോത്രം. ന്യായപ്രമാണം പൂർണ്ണമായി നിവർത്തിച്ചുകൊണ്ടാണ് എൻ്റെ കർത്താവ് ജീവിച്ചത്, പൂർണ്ണമായി നിവർത്തിച്ചുകൊണ്ട്. ഒടുവിൽ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ, കണ്ണിനു പകരം കണ്ണ്, മുറിവിനു പകരം മുറിവ്, ജീവനു പകരം ജീവൻ എന്ന വ്യവസ്ഥ നിവർത്തിക്കേണ്ടതിന് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ള ദൈവപ്രമാണം നിവർത്തിക്കേണ്ടതിന് പാപികളായ മനുഷ്യവർഗത്തിന് മുഴുവൻ പാപത്തിൻ്റെ കുറ്റവും തൻ്റെ മേലേറ്റെടുത്തുകൊണ്ട് യേശു കാൽവറിയിൽ യാഗമായി മറുവിലയായി. ഹല്ലേലൂയ. ഇതല്പം ഒന്ന് വിശദീകരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്, ശ്രദ്ധിക്കട്ടെ. സ്തോത്രം. പെസഹ വിരുന്നിന് ശേഷം ഒരു സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. സ്തോത്രം. ആ സന്ദർഭം പ്രത്യേകം ശ്രദ്ധേയമാണ്. അന്ത്യ അത്താഴ വിരുന്ന്. അന്ത്യ അത്താഴ വിരുന്നെന്ന് പറയുന്ന പെസഹ വിരുന്താണ്. പെസഹ വിരുന്നിൽ അവർ പുളിപ്പില്ലാത്ത അപ്പം, കയ്പ് ചീരിയെല്ലാം കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു സോസ് ഉണ്ട്, ഒരു ഗ്രേവിയുണ്ട്. ആ ഗ്രേവിക്കകത്തേക്ക് മുക്കിയാണ് അവർ കഴിക്കുന്നത്. സ്തോത്രം. അപ്പോൾ കർത്താവ് വന്നു. മീൻസ് ഈ പെസഹ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. അവരമ്പരുന്നു, അവരങ്ങോട്ട് കാണിച്ചു, ഞാനോ ഗുരു. കർത്താവ് ഒന്നും പറയുന്നില്ല. യൂദ മിണ്ടാതിരിക്കുക. ഞാനോ ഗുരു എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ അവനിരിക്കുക. സ്തോത്രം. ഉടനെ യോഹന്നാൻ യേശുവിൻ്റെ മാർവോട് ചാരിയിരിക്കുക. പത്രോസ് അല്പം ദൂരത്തിലിരിക്കുക. നമ്മൾ ബൈബിളിലെ കാര്യം തന്നെ ഞാൻ പറയണം കേട്ടോ. യോഹന്നാൻ അവിടെ ഇരുന്നുകൊണ്ട്, പത്രോസ് അവിടെ ഇരുന്നുകൊണ്ട് യോഹന്നാനോട് ആരാന്ന് ചോദിക്കും. ഉടനെ യോഹന്നാൻ യേശുവിൻ്റെ മുഖത്തോട് നോക്കി, ഗുരു അതാരാണ് എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ്, ഞാൻ അപ്പക്കണ്ണം ചാറിൽ മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞ് ഒരു കഷ്ണം അപ്പം എടുത്ത് ചാറിനകത്തോട്ട് മുക്കി തൊട്ടടുത്തിരിപ്പുണ്ട് യൂദ. അവൻ്റെ അതിലോട്ട് കൊടുത്തേരത് പോലും പറയണ്ട, തൊട്ടടുത്തിരിപ്പുണ്ട്. ചാറിനകത്തോട്ട് മുക്കി യൂദായിക്ക് കൊണ്ട് കൊടുത്തു. ഹെഡ് ഓഫ് ദ ടേബിൾ എന്തെങ്കിലും ഒരു ഐറ്റം എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഓണറാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് ഇതങ്ങോട്ട് എടുത്ത് കൊടുത്തു. യൂദ സന്തോഷത്തോടെ മേടിക്കാൻ കൈ നീട്ടി. കടമ തീർക്കാനെന്നോണം അവൻ ചോദിച്ചു, ഞാനോ റബീന്ന്? നീ തന്നെ. ഈ വാങ്ങിച്ച അപ്പം കൈ പിടിച്ചോണ്ടാണേലും ആ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ, ഇതാ ഗുരു 30 വെള്ളിക്കാശ്. കർത്താവിനോട് ക്ഷമിച്ചേനെ. പക്ഷേ മേടിച്ചോണ്ട് സ്തംഭിച്ചിരിക്കുക. നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യ. ഇറങ്ങി പോടാന്നല്ല പറഞ്ഞത്, ചെയ്യാനുള്ളത് ഒന്നീ കാൽക്കൽ വീഴാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാം. അവൻ്റെ പരിപാടി തുടർന്ന് ചെയ്യാം. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. പക്ഷെ അവൻ എന്തോ ചെയ്തു, അവൻ കാൽക്കൽ വീണില്ല, അവൻ ഇറങ്ങിപ്പോയി. തിന്ന് കാണുമെന്ന് എനിക്കറിയാമല്ല. നമുക്ക് അന്ന് കർത്താവിനോട് ചോദിക്കാം. ഞാൻ വിചാരിക്കുക ആ മാളിക മുറിയിൽ നിന്ന് ഓവറിലോട് സുഹൃത്തുന്ന പോലെ ചാവറ്റി പടികൾ താഴെ ഇറങ്ങി വലിച്ചങ്ങ് എറിഞ്ഞു വേണം. അപ്പം മാനിക്കുന്നതിനൊരു അതിര് വേണ്ടേ? ഇല്ല, കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. പിശാചമെല്ലാം കയറി. നേരെ ഇന്ന് വരാമേ കാണിച്ചു തന്നേക്കാവുന്നത്. അത് കഴിഞ്ഞപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. ഈ മഹത്വപ്പെടുമെന്ന് പറഞ്ഞേച്ച് കർത്താവ് കർത്തൃമേശ നടത്തി. ഈ അത്താഴം കഴിഞ്ഞ കർത്തൃമേശ നടത്തിയത്. സ്തോത്രം. യൂദ അങ്ങ് ഇറങ്ങിപ്പോയി.
ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, അതിനുശേഷം ശ്രദ്ധിക്കണേ, സ്തോത്രം. മറ്റു ചില സുവിശേഷങ്ങൾക്ക് വായിച്ചാൽ നമുക്ക് തോന്നും എല്ലാം കൂടെ ചേർത്ത് വായിക്കണം കേട്ടോ. ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആകും. എന്നെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ കൈ മേശപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ, സ്തോത്രം. ഇരുന്ന് കഴിക്കുമ്പോൾ ഉണ്ട്, സ്തോത്രം. പക്ഷെ അവൻ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഇവർ കർത്തൃമേശ സ്ഥാപിച്ചിട്ടൊരു സ്തോത്രഗീതം പാടി. 118 സങ്കീർത്തനമായിരിക്കാം പാടിയതെന്ന സ്തോത്രം. ഏതായാലും സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് ചെന്നു. കർത്താവ് സാധാരണ അവിടെ പോയി പ്രാർത്ഥിക്കുമെന്നുള്ള യൂദായ്ക്ക് അറിയാവുന്ന അവിടെ അങ്ങോട്ട് വന്ന് ഗെത്സമനയിൽ വന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിലത്തു വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നു. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? ഈ പ്രാർത്ഥന ഒത്തിരി പേര് തെറ്റിദ്ധരിക്കാറുണ്ട്. ശ്രദ്ധിച്ചേ, സ്തോത്രം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകും. ക്രൂശീകരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചതെന്ന് ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. അല്ല, മരിക്കാൻ വന്നോനല്ലേ, മരിക്കാൻ വന്ന പിന്നെ ആ അവസാന നിമിഷം വന്നപ്പോൾ പിന്മാറുന്നോ? സ്തോത്രം. ഒരിക്കലൊരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരാൾ എന്നെ കാണിച്ചു എഴുതിയിരിക്കുന്നത്, സോക്രട്ടീസിന് മുമ്പിൽ യേശു എത്ര നിസാരനാ. സോക്രട്ടീസ് എന്ന് പറയുന്ന തത്വചിന്തകരെ ഹെംലക്ക് എന്ന വിഷം കൊടുത്ത് കൊല്ലാൻ വിധിച്ചപ്പോൾ അവസാനമായി നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? അതെ, സാധാരണ ഈ വിഷം കൊടുക്കുമ്പോൾ കുടിക്കേണ്ടവനെ നിലത്തോട്ട് മലർത്തിക്കിടത്തി പടയാളികൾ ബലമായി തറയിലോട്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് ബലമായി വാ പിളർന്ന് വായിൽ വിഷം ഒഴിച്ച് മൂക്ക് പിടിച്ച് കുടിപ്പിക്കുകയാണല്ലോ. അതെ, എനിക്കത് ചെയ്യണ്ട, പിന്നെ ഇനി തന്നാൽ മതി, ഞാൻ കുടിച്ചോളാം. ഉവ്വോ. നിശ്ചിത ദിവസം ശിഷ്യന്മാർ പുറത്തു വന്ന് വാ വിട്ട് നിലവിളിച്ചോണ്ട് നിൽക്കുമ്പോൾ ആ വേലിക്കെട്ടിനുള്ളിൽ ആ ഗോബ്ലറ്റ്, ആ വിഷം നിറഞ്ഞ പാത്രം സോക്രട്ടീസിൽ കൊടുത്തു. അവരെ ആശ്വസിപ്പിച്ച ശേഷം പാത്രത്തെ ചുംബിച്ചു. എന്നിട്ട് ഒരു ചെറിയ ഭാഗം അവിടെ ഒഴിച്ചെന്ന് അതേ ദേവിക്കുന്ന ചുമ്മാ പരിഹസിച്ച് കാണിച്ചത്. എന്നിട്ട് ആ വിഷം കുടിച്ചു മരിച്ചു. മരണത്തെ പുഞ്ചിരിയോടെ പുൽകിയ സോക്രട്ടീസിന് മുമ്പിൽ തൻ്റെ കൂട്ടത്തിൽ ഒരുവൻ ശത്രുപക്ഷം തിരിഞ്ഞെന്നുവിന് രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നുള്ള തിരിച്ചറിവിൻ്റെ മുമ്പിൽ കിടന്ന് പിടയ്ക്കുന്ന യേശു അല്ലേ ഇത് എന്ന് പരിഹസിച്ച് പറയുന്നവരുണ്ട്. എന്താണ് മാറിപ്പോകാൻ കർത്താവ് പ്രാർത്ഥിച്ച പാനപാത്രം? വായിച്ചാട്ട് മത്തായി 26:42. മത്തായി 26:42. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പേൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ മത്തായി 26:42. കണ്ട, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കേട്ടോ, രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ മൂന്നാമതും അതേ വാചകം ചൊല്ലി പ്രാർത്ഥിച്ചു. പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ. എന്തുവാ ഈ അത് പറയാം? സ്തോത്രം. ഒരു യാഗമൃഗത്തെ യാഗം കഴിക്കുന്നതിന് മുമ്പ് പാപം ചെയ്തവൻ യാഗമൃഗത്തെ യാഗത്തിന് കൊണ്ടുവന്നവൻ ആ യാഗമൃഗത്തിന്റെ തലയിൽ കൈവച്ച് താൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയും, കുറ്റങ്ങളെല്ലാം ഏറ്റുപറയുമ്പോൾ സ്തോത്രം, ആ പാപം മുഴുവൻ ഇതിനെ ചുമത്തി എന്നാണ് പരിഗണിക്കപ്പെടുന്നത്. ആ പാപം മുഴുവൻ ഇതിനെ ചുമത്തി എന്നാണ്. ഈ ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ പുരോഹിതൻ ഇതിനെ വലിച്ചോണ്ട് അങ്ങ് പോകും, നിലവിളിച്ചോണ്ട് ഇയാൾ പോവുക. അപ്പോൾ ഈ അപരാധം ചെയ്തവൻ അനുതാപിയായി തൻ്റെ 2 കൈകളും മാറത്ത് പിണച്ചു വയ്ക്കും. ചിലര് കാതിലിങ്ങനെ പിടിച്ചു മാറത്ത് കൈകൾ പിണച്ചു വെച്ച് തലകുനിച്ച് നോക്കി നിൽക്കും. അതാ എൻ്റെ പാപം ചുമന്നു കൊണ്ടുപോകും. ഇതാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ്. സ്തോത്രം. ആദാമ്യകുലത്തിൻ്റെ മുഴുവൻ്റെയും പാപത്തിൻ്റെ കുറ്റം, കേൾക്കണേ, പാപത്തിൻ്റെ കുറ്റം യേശുവിൻ്റെ മേൽ ചുമത്തുന്ന രംഗമാണ് ഗെത്സമനെ അരങ്ങേറിയത്. ശ്രദ്ധിക്കണേ, യേശു നമ്മുടെ പാപം ചുമന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ കുറ്റം ചുമന്നെന്ന. ഞാൻ വ്യക്തമാക്കി തരാം, നിങ്ങളെൻ്റെ കൂടെ വരണേ പ്ലീസ്. ഇവിടെ നല്ല വ്യക്തത ഉണ്ടാകണം ഈ ആശയങ്ങളിൽ. സ്തോത്രം. പാപത്തിൻ്റെ കുറ്റം ചുമക്കുകയാണ്.
സ്തോത്രം. ഈ കുറ്റം മുഴുവൻ കുമിഞ്ഞുകൂടിയ പാനപാത്രം, സ്തോത്രം, ഈ കുറ്റം മുഴുവൻ യേശുവിൻ്റെ മേൽ ചുമത്താൻ നേരത്ത് ആ പാനപാത്രം കണ്ടിട്ട് ആ നിന്ദ്യവും നീചവും നികൃഷ്ടവും അറപ്പുളവാക്കുന്നതുമായ ആ പാപത്തിൻ്റെ കുറ്റം കണ്ടിട്ട് താനത് ചുമക്കേണ്ട ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോൾ, പിതാവേ, ഞാൻ കുടിക്കാതെ, ഞാൻ ഏറ്റെടുക്കാതെ അത് പരിഹരിക്കപ്പെടുകയില്ലെങ്കിൽ നിന്റെ ഇഷ്ടമായിക്കോട്ടെ. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, പിതാവേ, ഞാൻ ഏറ്റെടുത്ത് പരിഹാരം വരുത്തുകയല്ലാതെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമില്ലെങ്കിൽ ഞാൻ റെഡി. എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഞാൻ ഏറ്റെടുക്കുകയല്ലാതെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമില്ലെങ്കിൽ ഞാൻ തയ്യാർ. അതാണ് യേശു പ്രാർത്ഥിച്ചതിൻ്റെ അർത്ഥം. 3 പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചേ, അതായത് ഏതൊരു പ്രധാന കാര്യവും ഔപചാരികമായി ഉറപ്പിക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ചോദിക്കുന്ന രീതി യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടയിലും ഒരു പ്രാവശ്യമെങ്കിലും ചോദിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് കല്യാണത്തിന് എല്ലാം റെഡിയായി എത്ര കടമ്പ കഴിഞ്ഞിട്ടാണ് മണവാളൻ മണവാട്ടി വേദി വരുന്നത്. മണവാളൻ മണവാട്ടി വേദി വന്ന് 2 മാസമാടെ പ്രസംഗവും കഴിഞ്ഞു. ശുശ്രൂഷ നടത്താനുള്ള ശുശ്രൂഷ ഇങ്ങോട്ട് വന്ന് അദ്ദേഹം ഒരു കൊച്ചു പ്രസംഗം കഴിഞ്ഞേച്ച് ഇത്തിരി ഗൗരവമാണ്, എഴുന്നേക്കാന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇച്ചിരി ഗൗരവത്തില്ല, എഴുന്നേക്കാം. അവൻ്റെ ഊരും പേരും അഡ്രസ്സും എല്ലാം പറഞ്ഞു വെച്ചാൽ എഴുന്നേക്കാം. പിന്നെ ഒരു ചോദ്യമുണ്ട്, സമ്മതമാണെന്നോന്ന്. ഈ ചൂടന്മാർ പിള്ളേർ വല്ലതും ആയിരുന്നേലേ? എൻ്റെ ഉപദേശി ഇത് എന്നാ ചോദ്യമായിരുന്നു. ഈ കോട്ടയത്ത് ഒരു വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകൻ, അവൻ രക്ഷിക്കപ്പെട്ടവരാ. അവർ രക്ഷിക്കപ്പെട്ടു. മോൻ്റെ കല്യാണമായിരുന്നു. അവരുടെ തൊട്ടടുത്ത വീട്ടിലൊരു ഹിന്ദു കുടുംബമുണ്ട്. ആ ഹിന്ദു കുടുംബത്തിലെ അവർക്ക് മക്കളില്ല. ആ ഭർത്താവ് മരിച്ചുപോയി. ആ ചേച്ചി ഈ വീട്ടിലെ ഒരു സ്വന്തം പോലെ. അപ്പോൾ കുടുംബാംഗങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ ചേച്ചി വന്നിരിപ്പുണ്ട് കല്യാണ സമയത്ത്. കാര്യം കുടുംബാംഗത്തെ പോലെ തന്നെയാണ്. അപ്പം അവസാനം എഴുന്നേപ്പിച്ച് നിർത്തിച്ച് പാസ്റ്റ് ചോദിച്ചു, സമ്മതമാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് അറിയാതെ അങ്ങ് പറഞ്ഞു, ചോദിക്കാൻ കണ്ട നേരെ വന്ന് അറിയാതെ അങ്ങ് വിളിച്ച് പറഞ്ഞു പോയി. കാരണം എടാ ഇതെല്ലാം കഴിഞ്ഞ അവസാനം വന്നിട്ട് എന്നാ ചോദിച്ചു. പക്ഷേ ചോദിക്കണം. കാര്യം എന്താണെന്നറിയാമോ? മാറാനുള്ള അവസാന ചാൻസായി. ഞാനിങ്ങനെ പറയാറുണ്ട്, ഇപ്പം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചത്തൊഴിയാനേ നോക്കൂ. ശരിയല്ലേ? ചത്തൊഴിയാനേ നോക്കൂ. അതിനു മുമ്പ് ഒഴിയാൻ ഒരു വഴിയില്ല. ഇപ്പം വേണേ ഒഴിയാം. മനുഷ്യൻ ഭയങ്കരനാണ്. മനുഷ്യൻ പറയാറുണ്ട്, എനിക്ക് ഒരുത്തൻ്റെ ഓശാരം വേണം, എനിക്ക് ഒരുത്തൻ്റെ ഔദാര്യം വേണം. എൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതനുണ്ടായിരുന്നു. ഞാൻ അവിടെ ആവർത്തിച്ച് സുവിശേഷം പറയുമായിരുന്നു. അവൻ്റെ ദിവസം എൻ്റെ അടുത്ത് ചൂടായി, എടാ തോമായി, ഇനി മേലാൽ നീ എന്നോട് ഇത് പറഞ്ഞേക്കരുത്. അവൻ പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത്. Oh, what is bloody philosophy? Never more should you say this. ചൂടായി എൻ്റെ. ഞാൻ ചോദിച്ചു, താൻ എന്താണ് ഇത്ര ചൂടാകുന്നേ? മറുപടി, എടാ ഞാൻ ആത്മാഭിമാനമുള്ളവനാ. വേറൊരുത്തനെ കൊലയ്ക്ക് കൊടുത്തേച്ച് എനിക്കൊരു സ്വർഗവും വേണ്ട. വേറൊരുത്തനെ കൊലയ്ക്ക് കൊടുത്തേച്ച് എനിക്കൊരു ഞാൻ ആത്മാഭിമാനം നരകമോ വന്നോട്ടെ, ഇപ്പം എന്തോ ചെയ്യാനാ? സഹിക്കാം. പക്ഷെ ഞാൻ സഹിക്കേണ്ടതെല്ലാം വേറൊരുത്തൻ്റെ തോളെ ചുമത്തെന്ന് പറഞ്ഞ് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ അഭിമാനമുള്ളവനാ. നമ്മളും പറയാറില്ലേ, എനിക്കൊരുത്തൻ്റെ ഓശാരം വേണ്ട, എനിക്കൊരുത്തൻ്റെ ഔദാര്യം വേണ്ട. ഇതാ മനുഷ്യ സ്വഭാവമെങ്കിൽ എനിക്ക് വേണ്ടി ആരും ചാണ്ടായിരുന്നു. നീ എനിക്ക് വേണ്ടി ഒരുത്തരും ചാണ്ടായിരുന്നു. ക്രൂശോ ഞാൻ സഹിച്ചോളായിരുന്നല്ലോ. മനുഷ്യൻ പറഞ്ഞേനി. അതുകൊണ്ട് ആവർത്തിച്ച് ചോദിക്കുക, പിതാവേ, ഞാൻ ഏറ്റെടുക്കുകയല്ലാതെ ഇതിന് പരിഹാരമില്ലെങ്കിൽ ഞാൻ റെഡിയാ. വിശദീകരിക്കാൻ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു സൗരയൂഥം കൂടെ സൃഷ്ടിച്ചാൽ മനുഷ്യൻ്റെ പാപം പരിഹരിക്കപ്പെടുമായിരുന്നെങ്കിൽ, സ്തോത്രം, ഒരു സൗരയൂഥം കൂടെ സൃഷ്ടിച്ചിട്ട് പാപം പരിഹരിച്ചേനി
ഓമനപുത്രനെ കുരുതി കൊടുക്കില്ല. ഒരു സൗരയൂഥമല്ല, ഒരു ഡസൻ സൗരയൂഥം സൃഷ്ടിച്ചാലും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം പാപരഹിതൻ അതിൻ്റെ കുറ്റമേറ്റ് അതിന് പരിഹാരം വരുത്തുകയല്ലാതെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം മൗനമായിരുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ലാതെ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പാപപരിഹാരത്തിന് വേറൊരു വഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പാപത്തിൻ്റെ കുറ്റമേറ്റെടുത്തു. ഈ കുറ്റമേൽക്കുന്നതാണ് ശിക്ഷ സഹിക്കുന്നതിനേക്കാൾ കഠിനം. സ്തോത്രം, ശരിയല്ലേ? കുറ്റമേൽക്കുന്നതാണ്. സംഭവങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ച കൊള്ളാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലോക്കിൽ ഇപ്പോൾ ഒന്ന് നോക്കിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി പേടി വരുന്നുണ്ട്. ശ്രദ്ധിക്കണേ, സ്തോത്രം. കുറ്റമേൽക്കുന്നതാണ് ശിക്ഷ സഹിക്കുന്നതിനേക്കാൾ കഠിനം. അതുകൊണ്ടാണ് ഗെത്സമനയിൽ യേശു രക്തം വിയർത്തു. അവൻ്റെ ആ വികാര തീവ്രതയിൽ അവൻ്റെ രക്തസമ്മർദ്ദം ഷോട്ടപ്പ് ചെയ്തു. അവൻ രക്തസമ്മർദ്ദം വർദ്ധിച്ചു. രോമകൂപങ്ങളിലൂടെ രക്തം കിനിഞ്ഞിറങ്ങി വിയർപ്പുതുള്ളിയോടുകൂടെ ചേർന്ന് രക്തത്തുള്ളിയായി താഴെ വീണു. അതാ ഗുരു പറയുന്നു, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും. എന്താ? തൻ്റെ സൃഷ്ടികൾ, തൻ്റെ മക്കൾ, തൻ്റെ അരുമഭാജനങ്ങൾ ചെയ്തു കൂട്ടിയ നികൃഷ്ടവും നിന്ദ്യവും നീചവുമായ സ്തോത്രം ഒരു മോൻ ചെയ്ത നീചമായ ഒരു കുറ്റത്തിൻ്റെ സ്തോത്രം, ഒരു 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 കുറ്റകൃത്യത്തിൻ്റെ കുറ്റം ഒരപ്പൻ ഏൽക്കേണ്ടി വന്ന ഒരു രംഗം എനിക്കറിയാം. അവൻ വിദേശത്ത് ജോലിയായി പുറപ്പെടുന്നതിന് 3 ദിവസം മുമ്പാണ് ഇത് തെളിഞ്ഞത്. അവനെ രക്ഷിക്കാൻ വേറെ ആരുമില്ലാഞ്ഞപ്പം അപ്പൻ പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു. അപ്പൻ ആ കുറ്റമേറ്റു. മോൻ കുറ്റവിമുക്തനായി വിമാനം കയറി. സംഭവം കൊണ്ട് വിവരിക്കുന്നില്ല, നടന്ന സംഭവമാണ്. ആ അപ്പൻ 3 ആഴ്ചക്കകം മരിച്ചു. വെറും 55 വയസ്സ് പ്രായമുള്ള ഒരു നല്ല ആരോഗ്യവാനായ മനുഷ്യനായിരുന്നു. ആ 3 ആഴ്ച ആ മനുഷ്യൻ വീട് വിട്ട് പുറത്തു പോയില്ല. ജാമ്യം കിട്ടി പുറത്തിറങ്ങി. വീട്ടിൽ ഇരിപ്പായിരുന്നു. സഡൻ അറ്റാക്കായി മരിച്ചു. എന്ന് പറഞ്ഞാൽ കുറ്റമേൽക്കുന്നതാണ് ശിക്ഷ സഹിക്കുന്നതിനേക്കാൾ കഠിനം. കുറ്റമേറ്റ് കഴിഞ്ഞ് എൻ്റെ ഗുരു അക്ഷോഭ്യനായിരുന്നു. ക്രൂശിൽ വെച്ച് സ്തോത്രം അവനെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശാന്തനായിരുന്നു. പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഗൊൽഗോഥായിലേക്ക് പോകുന്ന വഴിത്താര ഡോളറോസ എന്നാ പറയുന്നത്. ഡോളറോസായിൽ ശാന്തനായിരുന്നു. അവനെ ഓർത്ത് വിലപിക്കുന്ന സ്ത്രീകളെ ആശ്വസിപ്പിച്ചുകൊണ്ടാ കയറിപ്പോയത്. സ്തോത്രം. അത് നമ്മളോടുള്ള സ്നേഹം നിമിത്തമാണ്. നമ്മുടെ കുറ്റം വേറെ ആരും കുറ്റമേക്കുകയില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം, സ്തോത്രം. ഇതിന് ഞാൻ താമസിക്കുന്ന വീടിന് അടുത്തുള്ള വീട്ടിൽ രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഉണ്ട്. അവിടെ ഒരു മോനുണ്ട്. സ്തോത്രം. അവരുടെ ഒരു കസിൻ ഓടിപ്പിടിപ്പിച്ച് കയറി വന്നു. കഞ്ഞിക്കുഴിയിലാണ് കയറി വന്നിട്ട്, എടാ എനിക്ക് ലൈസൻസ് ഇല്ലടാ, എടാ ഒരു ആക്സിഡന്റ് ഉണ്ടായടാ, എടാ നീ ഒന്ന് വരാവടാ, നീ ഒന്ന് നേക്കാവടാ, നീ ഒന്ന് നേക്കാമോ? അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരുത്തനെ വണ്ടി ഇടിച്ചു. അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇപ്പം പോലീസ് വരും. സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങണം. ഇവന് ലൈസൻസ് ഇല്ല, നീ ഒന്ന് വരാം എന്ന് പറഞ്ഞാൽ ആ കുറ്റം വന്ന് അവൻ്റെ അമ്മ വന്നവനെ ഓടിച്ചു ഓടാന്ന് പറഞ്ഞു. നിനക്ക് കാശ് വേണേ കുറച്ച് തരാം, നിനക്ക് കാശ് വേണേ കുറച്ച് തരാം. അവനും പറഞ്ഞു നടക്കില്ലെന്ന് പറഞ്ഞു. ഏറ്റവും നിസ്സാരമായ ഒരു കൊച്ചു കുറ്റം നമ്മൾ ഏൽക്കുകയില്ലെങ്കിൽ
ആദാമ്യകുലത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ കുറ്റവും കർത്താവ് ചുമക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അവൻ്റെ രക്താശയം കലങ്ങി. സ്തോത്രം. കാൽവറി. ഇനി ക്രൂശീകരണം എന്ന് പറഞ്ഞാലോ നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല ക്രൂശീകരണം. റോമാക്കാര് കൂടുതൽ കൂടുതൽ ക്രൂരമായ കൊലപാതക രീതി പരീക്ഷിച്ച് ഒടുവിൽ കണ്ടുപിടിച്ചതാണ് ക്രൂശീകരണം. നമ്മൾ സാധാരണ ഇവിടെ ആണി അടിച്ചെന്നല്ലേ വിചാരിക്കും. അങ്ങനെയല്ല പടം കാണുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളിൽ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഒത്തിരി വിശദീകരണങ്ങളുണ്ട്. ഇവിടെ അല്ല ആണി അടിക്കുന്നത്. പടങ്ങൾ വരെയുണ്ട് ക്രൂശിക്കപ്പെട്ടതിൻ്റെ വളരെ വിശദീകരണങ്ങളുണ്ട് ക്രൂശീകരണത്തെക്കുറിച്ച്. ഇവിടെ ആണി അടിക്കുന്നത്. ക്രൂശ് തറയിലോട്ട് ഇട്ടിട്ട് ക്രൂശിക്കപ്പെടുന്നതിനെ പഴയോട്ട് പിടിച്ചു വലിച്ചൊലയ്ക്കും ഒരു തളൂടും, തള്ളി താഴെയിടും, അടിച്ചു തല്ലി വീഴിക്കും. എന്നിട്ട് 4 പടയാളികളാണ് ഇൻചാർജ്. സാധാരണ ഒരു സെഞ്ചൂറിയൻ ചുമതലക്കാരനായിട്ട് ഉണ്ടാവും. 2 പടയാളികൾ വന്ന് 2 ഇടത്തെ കൈ ഇങ്ങനെ പൂട്ടിട്ട് പിടിക്കും, പേടിച്ച് വലിക്കും. മറ്റു 2 പടയാളികൾ വലത്തെ കൈ പൂട്ടിട്ട് പിടിക്കും, വലിക്കും. വലിച്ച് ഒരാണി ഇവിടെ അടിക്കും. യേശുവിൻ്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞില്ല. ഇവിടെ 5 അസ്ഥിയുണ്ട്. ഇവിടെ അടിക്കുന്നെങ്കിൽ അസ്ഥി ഒടിയും. അല്ല, അസ്ഥി ഒഴിവാക്കി അടിച്ചാൽ കീറിപ്പോവും, ഭാരം താങ്ങുകയില്ല, താറാവിൻ്റെ കാലുമല്ല. എന്നാൽ ഇവിടെ ഇതൊരു മിറക്കിൾ ഹോളെന്നാണ് തിയോളജിയൻസ് പറയുന്നത്. ഒരു കമ്പി കൊണ്ടെടുത്ത് വളയ്ക്കുമ്പോൾ അവിടെ ആ ഒരു വളവിൻ്റെ അവിടെ ഒരു ദ്വാരം വരികയല്ലേ, അതുപോലെ ഇവിടെ റേഡിയസ് എന്നും അൾന എന്നും 2 അസ്ഥി ഇങ്ങനെ ചേർന്നിരിക്കുക. റേഡിയസും അൾനായും. ഫിസിയോളജി പഠിച്ചില്ലേ അവനെ? ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിലേക്കാണ് ആദ്യത്തെ ആണി അടിച്ച് തറയ്ക്കും, വലിച്ചു പിടിച്ച്. 2ാമത്തെ ആണി ഇവിടെ അടിക്കും. ഒരാൾ പറഞ്ഞു, ഒരു ചിന്തമാണ്, സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ ഒരു ദൈവമില്ലല്ലോ എന്ന് യേശു ഇങ്ങനെ വിരലുകൊണ്ട് കാണിച്ചു കാണും. എന്നിട്ട് ഈ പടയാളികൾ അവൻ്റെ ശരീരം വലിച്ചു പിടിക്കും. വലിച്ചു കൊണ്ടുവന്ന് കാൽക്കൊഴയിൽ ഒരു ഗ്യാപ്പ്, കാൽ പത്തി പിടിച്ച് വലിച്ചാൽ കാൽക്കൊഴയിൽ ഗ്യാപ്പ് ഉണ്ടാക്കാം. ഒരു കാൽക്കുഴയുടെ മേൽ മറു കാൽക്കുഴ വലിച്ച് ഗ്യാപ്പുണ്ടാക്കി ആ ഗ്യാപ്പിലേക്ക് 3ാമത്തെ നീണ്ട ആണി അടിച്ച് തറയ്ക്കും. മറ്റൊരു രീതി ഉണ്ടായിരുന്നു. 2 കാൽപ്പത്തികൾ ഇങ്ങനെ വെച്ചിട്ട് അമർത്തും, ഉപ്പുറ്റി അങ്ങ് ഒടിഞ്ഞു കഴിഞ്ഞ് 2 പെരുവിരലുകളും ചേർത്ത് വെച്ച് പെരുവിരലിടയിൽ അടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത് വളരെ അപൂർവമായിരുന്നു. ബലഹീനരായ ആളുകൾക്ക് അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. സാധാരണ കാൽക്കൊഴയിൽ ഗ്യാപ്പ് വരുത്തിയാണ് ആണി അടിച്ചിരുന്നത്. എന്നിട്ട് ഒരു കുഴി ഒഴിച്ചിട്ട് ആ കുഴിയുടെ അടി കല്ലിട്ട് ഉറപ്പിക്കും. എന്നിട്ട് കയർ ഉപയോഗിച്ച് ഉയർത്തും. ക്രൂശ് ഉയർത്തി ഈ കുഴിയിലേക്ക് ഈ കുരിശ് നാട്ടും. ഇടിച്ചു വീഴും. അവിടെ നിർത്തിയില്ല. അത് കഴിഞ്ഞ് വരെ പൊക്കി, ഈ ക്രൂശ് പൊക്കി പല പ്രാവശ്യം ഈ പടയാളികൾ 4 പേരും കൂടി പൊക്കി പല പ്രാവശ്യം ഇങ്ങനെ കുറ്റി ഇടിക്കുന്ന പോലെ ഇങ്ങനെ ഇടിക്കും. എന്തിനാണെന്നറിയാമോ? ഈ ശരീരം അലഞ്ഞു ഒലയാൻ. ഒലയുമ്പോൾ സന്ധി ബന്ധങ്ങളെല്ലാം വിടും. അതാണ് 22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, എൻ്റെ അസ്ഥിയെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ പൊന്നു സൗരങ്ങളിൽ എന്താണെന്നറിയാം, അതിവേദനയാണ്. ഒരിക്കൽ
ഞാനൊരു യോഗം കഴിഞ്ഞ് മൂവാറ്റുപുഴയിൽ നിന്ന് രാത്രി ബസ്സിൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടമുണ്ട്. ഒത്തിരി പേര് നിൽക്കുക. മൂവാറ്റുപുഴയിൽ നിന്നുള്ള വളവും തിരികെ ഇങ്ങനെ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര അയ്യോ എൻ്റെ തയ്യയ്യ എൻ്റെ കയ്യേ എന്ന് പറഞ്ഞ് ഭയങ്കര നിലവിളി. പെട്ടെന്ന് ബസ് ഓരത്തോട് മാറി നിർത്തി ഒരാളുടെ ഒരു സീറ്റൊന്ന് ഒഴിഞ്ഞ് അദ്ദേഹത്തെ അകത്തോട്ടിരുത്തി. അയ്യോ എൻ്റെ നിലവിളി കേൾക്കാൻ പറ്റില്ല, ഭയങ്കര അയ്യോ നിലവിളിയാണ്. അപ്പോൾ ഫിസിക്കൽ തെറാപ്പി അറിയാവുന്ന ഒരാൾ ബസ്സിൽ മീൻസ് ഭാഗ്യത്തിലുണ്ടായിരുന്നു. അവൻ വന്നിട്ട് എടാ മോനെ എത്ര നാളായടാ ഇതിങ്ങനെ, എത്ര ഏതാണ്ടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് കൈ ഇങ്ങോട്ട് പിടിച്ചോര് തിരികെ കൊടുത്തു. തിരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അങ്ങ് ആശ്വാസമായി. എന്താണെന്നറിയാമോ, നമ്മുടെ ഈ തോളും ഇതെല്ലാം ഇതായിട്ട് ഇങ്ങനെ ബോൾ ആൻഡ് സോക്കറ്റ് വരെ ഇങ്ങനെ കിടക്കുക. ഇതിങ്ങനെ ഒന്ന് ചാടിപ്പോയാൽ തീർന്നു, അതിവേദനയാണ്. സന്ധി ബന്ധം വിടുക എന്ന് പറഞ്ഞാൽ നടുവേദനയാണ്, മാറുന്നില്ല. 4-5 കശേരിക്കളുടെ ഇടയിൽ ഒരു ചെറിയ ഒരു ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അതിവേദനയാണെങ്കിൽ ശരീരം മുഴുവൻ അതിവേദനയാണ്. തലയിൽ മുൾക്കിരീടം. ഇനി ഈ മുൾക്കിരീടം തന്നെ ശ്രദ്ധേയമാണ്. ഈ റോമൻ പടയാളികൾ അക്കാലങ്ങളിൽ ആയുധങ്ങൾ സുലഭമല്ല. ഈ പടയാളികൾ കാട്ടുപ്രദേശങ്ങളിൽ കൂടെ പോകുമ്പോൾ വലിയ കട്ടാരമുള്ള് കണ്ടാൽ അവരത് വെട്ടിയെടുക്കും. വെട്ടിയെടുത്ത് ചില രാസവസ്തുക്കൾ ഈ കട്ടാരമുള്ളിൽ തേച്ച് പിടിപ്പിച്ച് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഇത് വളയുന്നതും ഇത് നല്ല ബലമുള്ളതുമാകും. എന്നിട്ട് അവരത് ചുരുളുകളാക്കും. നമ്മൾ ഈ മുൾക്കമ്പി ചുരുളാക്കുന്ന പോലെ ചുരുളാക്കി പട്ടാള ക്യാമ്പുകളിൽ ശേഖരിച്ചിരിക്കും. എന്തിനാണെന്നറിയാം, വലിയ ആൾക്കൂട്ട ലഹളകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വാട്ടർ ക്യാനൻ അടിക്കുന്ന പോലെ, വാട്ടർ ക്യാനനും പിന്നെ അറിയാമല്ലോ ഇത് റബ്ബർ ബുള്ളറ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞ പോലെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ട് ഇവർ ഈ ചുരുളുകൾ അഴിച്ച് അടിക്കും. മുൾച്ചുരുളുകൾ കൊണ്ട് അടിക്കുമ്പോൾ അടി കൊള്ളുമ്പം ജനം അടി കൊള്ളാതിരിക്കാൻ ഓടും. ഇങ്ങനെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമായിരുന്നു ഈ മുൾ ചുരുളുകൾ. യേശു യഹൂദന്മാരുടെ രാജാവെന്ന കുറ്റമല്ലേ ആരോപിച്ചിരിക്കുന്നത്. അവരവൻ്റെ വസ്ത്രമെല്ലാം മാറി അവൻ്റെ രക്താംബരം ധരിപ്പിച്ച് പരിഹസിക്കുമ്പോൾ ഒരുത്തൻ പറഞ്ഞു, എടാ രാജാവാ, നീ ഒരു കിരീടം വേണ്ടടാ. അവളല്ലേ അവിടെ ഇരിക്കുന്നു മുൾച്ചുരുള്. ഒരുത്തൻ പറഞ്ഞു, എടാ നമുക്ക് ഇതും കൊണ്ട് കിരീടം ഉണ്ടാക്കാം അവിടെ. വേഗം അവർ ഈ ഒരു മുൾച്ചുരുളെടുത്ത് കിരീടമായി വളച്ച് അവൻ്റെ തലയിൽ വെച്ച്, ഈ തലയോട്ടി ഉണ്ടല്ലോ ഇങ്ങനെ ചേർപ്പുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുക, ഈ തൊലി അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് വലിച്ച് ഈ തലയോട്ടി തുറന്ന് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നില്ല, ഇത് തൊലി അങ്ങോട്ട് വലിച്ച് ഇവനൊന്ന് മുട്ടിയാൽ മതി, തുറന്നു വരും. മിടുക്കന്മാർ ചെയ്യണമെന്നേ ഉള്ളൂ. ആ ചേർപ്പിൻ്റെ ഇടയിലെ കൈമുള്ള അങ്ങോട്ട് അടിച്ചതാണ്. അത് വലിയൊരു പ്രസക്തമായ കാര്യമാണ് പറയാം. അതായത് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സകല വിശദാംശങ്ങളും ദൈവനിയമിതവും ദൈവനിയന്ത്രിതവുമായിരുന്നു. പാപനിമിത്തമാണ് മുള്ളും പാറക്കാരെയും മുളച്ചത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാപം ചെയ്ത മനുഷ്യനോട് ദൈവം അരുളി ചെയ്യുകയാണ്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മുള്ളും പാറക്കാരെയും നിനക്കതിൽ നിന്ന് മുളയ്ക്കും. സ്തോത്രം. മുഖത്തെ വിയർപ്പോടെ നീ അപ്പം ഭക്ഷിക്കും. സ്തോത്രം. നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, നിലത്തേക്ക് തിരികെ ചേരും വരെ നീ കഠിന പ്രയത്നം ചെയ്ത് അഹോവൃത്തി കഴിക്കും. അപ്പോൾ മുള്ളും പറക്കാരെയും പാപത്തിൻ്റെ ഫലമായ ശാപത്തിൻ്റെ അടയാളമാണ്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെടും. ശാപത്തിൻ്റെ പ്രതീകമാണ് മുള്ള. സ്തോത്രം. നോക്കണേ, ഈ മുള്ളുകൊണ്ടുള്ള കിരീടം യേശു ധരിച്ചത്, യേശു നമ്മുടെ പാപം മാത്രമല്ല, നമ്മുടെ പാപത്തിൻ്റെ ഫലമായ ശാപവും ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ വ്യക്തമായ വെളിപ്പാടായിട്ടാണ് യേശു മുൾമുടി ധരിച്ചത്. ഹല്ലേലൂയ.
സ്തോത്രം. യേശു പാപം വഹിച്ചത് ഗെത്സമനയിൽ വെച്ചെങ്കിൽ സ്തോത്രം, ആ സ്ഥാനത്ത് വെച്ച് പടയാളികൾ അവൻ്റെ മേൽ മുൾക്കിരീടം വെച്ചപ്പോൾ പ്രത്യക്ഷമായി ശാപമോൻ വഹിച്ചു എന്നുള്ളത് തെളിയിച്ചു തരികയായിരുന്നു സഹോദരങ്ങളെ. ഹല്ലേലൂയ, സ്തോത്രം. പാപം ഒരു വസ്തുവെങ്കിൽ ശാപം അതിൻ്റെ നിഴലാണ്. വസ്തു നീങ്ങിയാൽ നിഴൽ മാറും. ഇനി ആരും ശാപമുക്തി പ്രാർത്ഥന നടത്തണ്ട. എല്ലാവരും കൂടെ ഉണ്ടോ? ഇനി ആരെങ്കിലും ശാപമുക്തി പ്രാർത്ഥന നടത്തുന്നെങ്കിൽ അത് യേശു നിവർത്തിച്ച ദൈവനീതിയെ സ്തോത്രം നിസ്സാരമാക്കുകയും അത് തികവുള്ളതല്ലെന്ന് പറയുകയും ചെയ്യുന്നതിന് തുല്യമാണ്. യേശുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ എൻ്റെ കർത്താവിൻ്റെ വാക്കുകളെ നിരസിക്കുകയാണ്. സ്തോത്രം. മാത്രമല്ല ചിലർ പറയുന്നത് ശാപം പൊട്ടിച്ചു വിടുവാൻ ദൈവം എനിക്ക് പ്രത്യേക അഭിഷേകം തന്നിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ ശാപം മാറും എന്ന് പറയുന്നവർ പലരുമുണ്ട്. അങ്ങനെയുള്ളവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്, അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ശ്രദ്ധിക്കണേ സ്തോത്രം. അപ്പം സമ്മതിച്ചെങ്കിലും പിന്നെയും അത് ചെയ്യുന്നുണ്ട്, അത് കേൾക്കുന്നുമുണ്ട്. ശ്രദ്ധിക്കണേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ യാഗമരണത്തേക്കാൾ വിലയുള്ളതാണെന്ന് പറയുന്നതിന് തുല്യമായ ദൈവദൂഷണമാണ്. വരുവാനുള്ള കോപം എന്താണെന്ന് കണ്ടറിഞ്ഞേ തീരൂ. അയ്യോ, ഇത് ഓർക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങളാരും പോയി ക്യൂ നിൽക്കരുത് അതിനു വേണ്ടി. എൻ്റെ പൊന്നു ഭാഷേ, ചെയ്യല്ലേ, അവരെ വിളിക്കല്ലേ, ഇവരെ വിടല്ലേ. അപ്പം ചെല്ല എന്നോട് ചോദിച്ചിട്ടുണ്ട്, അപ്പം പേറ്റുനോവ് മാറിയോ? യേശു ശാപം ഒരിടത്തെങ്കിൽ പേറ്റുനോവ്, പ്രസവവേദന, പേറ്റുനോവ്, പ്രസവവേദന മാറിയോ? ശ്രദ്ധിച്ചേ, നിങ്ങൾ സൂക്ഷിച്ച് വേദവസം വായിക്കണം കേട്ടോ. ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. വേദന വർദ്ധിപ്പിക്കുകയാണ്, വേദന ഇല്ലാതിരിക്കുകയായിരുന്നില്ല. ഗർഭധാരണവും വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, the frequency of pregnancies was increased. That means the gap between two possible pregnancies was reduced. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം മാസത്തിൽ ഒരിക്കൽ ഗർഭധാരണത്തിൽ ഒരുങ്ങുമെങ്കിൽ ഒറിജിനൽ സംവിധാന പ്രകാരം 5 വർഷത്തിൽ ഒരിക്കലോ വല്ലോ ആയിരുന്നിരിക്കാം അവൾ ഗർഭവതിയാകുവാൻ ശരീരം ഒരുങ്ങിയിരുന്നത്. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. നോക്കണേ സ്തോത്രം. അത് ഗർഭധാരണം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ സ്തോത്രം ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ ഗർഭധാരണത്തിനുള്ള ഇടയുണ്ടാകും. അതുകൊണ്ടാണ് കഷ്ടം വർദ്ധിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സ്തോത്രം. തന്നെയല്ല, വേദന വർദ്ധിക്കുകയായിരുന്നു. ഈ വേദന ഇല്ലാതെ മക്കളെ പ്രസവിക്കുന്ന രംഗം ഓർത്ത് വയ്ക്കുക. ഈ വേദനയെന്ന് പറയുന്ന ഒരു ശാപമല്ല. സ്തോത്രം. ഒരു വെല്ലൂരുള്ള ഒരു ഡോക്ടർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ബ്ലെസ്സിങ് ഓഫ് പെയിൻ എന്ന് പറഞ്ഞൊരു പുസ്തകം. ഈ അല്ല, വേറൊരാൾ ഒരു ഡോക്ടറായി അത് എഴുതിയിട്ടുണ്ട്, ദ ബ്ലെസ്സിങ് ഓഫ് പെയിൻ എന്ന് പറഞ്ഞ്. സ്തോത്രം. വേദനയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ വേദന എന്ന് പറയുന്നുണ്ടല്ലോ ഒരനുഗ്രഹമാണ്. എൻ്റെ ഭാഷ, എൻ്റെ സാറേ ഡോക്ടറെ അന്ന് വേദനയില്ല, ഇപ്പം അങ്ങ് ഭയങ്കര വേദന. ആ കൊള്ളാം, നന്നായി, രക്തോട്ടം തുടങ്ങിയല്ലോ. ഇവിടെ വേദനിക്കുന്നെന്ന് രോഗി പരാതിപ്പെട്ടപ്പോൾ ഡോക്ടർ ചിരിക്കുക. ആ സന്തോഷം. ഈ കുഷ്ഠരോഗിയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? കുഷ്ഠരോഗിക്ക് വേദനയില്ല. വേദന ഇല്ലാതിരിക്കുന്നത് അപകടം. നിങ്ങൾ ഓർത്ത് നോക്കിയേ, പൂർണ്ണ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സഹോദരി ഉറക്കത്തിൽ വേദനയില്ലാതെ പ്രസവിച്ചാൽ അമ്മയ്ക്കും കുഞ്ഞിനും അപകടമാണ്. അതൊരു വാണിംഗ് ആണ്. വേദന ഒരു മുന്നറിയിപ്പാണ്. സ്തോത്രം. അതിനെ ശാപമായിട്ടല്ല കാണേണ്ടത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. പാപനിമിത്തം ഗർഭധാരണത്തിൻ്റെ ഫ്രീക്വൻസി വർദ്ധിച്ചതുകൊണ്ടും വേദനയുടെ അളവ് വർദ്ധിപ്പിച്ചതുകൊണ്ടുമാണ് കഷ്ടതയുണ്ടാകുന്നത്. അത് പോയി ക്യൂ നിന്ന് പ്രാർത്ഥിപ്പിക്കരുത്. സ്തോത്രം. പണ്ടേ ഇവിടെ ഉണ്ട്, രാജകുമാരിമാരും മറ്റും പ്രസവിക്കുമ്പോൾ ഈ വീണ വായിച്ചും ആളുകളിരുന്ന് മറ്റ് ഒത്തിരി ഫിലോസഫിക്കൽ കഥകൾ പറഞ്ഞുമൊക്കെ വേദനയില്ലാതെ അവർ പ്രസവിക്കുന്ന സ്തോത്രം രീതി നമുക്ക് പുരാണങ്ങളിലൊക്കെ വായിക്കാൻ കഴിയും. സ്തോത്രം ഉണ്ട്.
ശ്രദ്ധിക്കണേ, അങ്ങനെയൊന്നും സ്തോത്രം വേദനയില്ലാതെ പ്രസവിപ്പിക്കാനുള്ള ഒരു വരവും ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സ്തോത്രം പാപത്തിൻ്റെ ഫലമായ ശാപം യേശു കാൽവറിയിൽ വഹിച്ച് പരിഹാരം വരുത്തി. അതുകൊണ്ട് ഇനി രക്ഷിക്കപ്പെട്ടവർക്ക് ശാപമില്ല. മാത്രമാണോ, രക്ഷിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്രിസ്തുവിനോട് മരിക്കുമല്ലേ. സ്നാനത്തിൽ എന്താ സംഭവിച്ചത്? മരണത്തിൽ പങ്കാളിയാകല്ലായിരുന്നോ? പഴയത് മരിച്ചില്ലേ? അതല്ലേ നമ്മൾ വായിക്കുന്നത്. 2 കൊരിന്ത്യർ 5:14 വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നതിന് തങ്ങൾക്കായിട്ട് തങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം, എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇതുമെന്നല്ല ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ക്രിസ്തുവിൻ്റെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തനും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ എന്തിൻ്റെ കാരണഭൂതൻ താഴോട്ട് വായിക്കുമ്പോൾ ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. പഴയതിന് മരിച്ചു, പഴയ കുടുംബ ബന്ധത്തിന് മരിച്ചു. മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. ഈ ചത്ത് കഴിഞ്ഞാൽ കേസുണ്ടോ? നമ്മുടെ വീരപ്പനെ, പഴയ ചത്തുപോയി വീരപ്പൻ, ഇപ്പം കുഞ്ഞുങ്ങൾ അറിയില്ല, വീരപ്പൻ എന്ന് പറഞ്ഞ വലിയ ഒരു ഡാക്കോയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും ഞാൻ വായിച്ചത് അവൻ്റെ പേരിൽ 250 കേസുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അവനേടൊക്കെ കുരുത്തക്കേട് കാണിച്ചു. അവനെതിരെയുള്ള കുറ്റപത്രമെല്ലാം തയ്യാറാക്കി തൊണ്ടി സാധനങ്ങളെല്ലാം വെച്ച് ഒരു പ്രത്യേക സ്ഥലം, അവൻ്റെ ഈ തൊണ്ടി സാധനങ്ങൾ സൂക്ഷിക്കാൻ ഒരു പ്രത്യേക അറയുമെല്ലാം ഉണ്ടാക്കി 24 മണിക്കൂറും പോലീസ് ആവില്ല, അല്ലേ അവൻ്റെ ആൾക്കാർ വന്ന് മൂടിച്ചോണ്ട് പോക്കളെ ഐവറിയും അതും ഇതുമല്ല ഇവൻ്റെ തൊണ്ടി സാധനങ്ങൾ പിടിച്ച ഇതെല്ലാം കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവനെ സ്പെഷ്യൽ ജഡ്ജിയെ നിയമിച്ചേക്കാൻ, പ്രതിയെ കിട്ടിയാൽ മതി, ദിവസങ്ങൾക്കുള്ളിൽ വിധി പറയും, ശിക്ഷ പറയും, അതുപോലെ ഇരിക്കുക. അങ്ങനെ ഇരിക്കും. എൻ്റെ പേര് ഇത്രയും കേസും പ്രശ്നമായിരിക്കുമ്പോൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ വീരപ്പൻ ചത്തുപോയി. വീരപ്പൻ ചത്തുപോയാൽ പിന്നെ ഈ തൊണ്ടി മുതലിന് കടലാസിൻ്റെ വിലയുണ്ട്. ചത്ത കേസ് തീർന്നു ഇല്ലേ? അപ്പം നിങ്ങൾ മരിച്ചെങ്കിൽ പിന്നെ പഴയ കുടുംബത്തിൻ്റെ ശാപമൊന്നും അല്ല. ശാപം ഉണ്ടെന്ന് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെടുകയാണ് വേണ്ടത്. അയ്യോ, എന്തുകൊണ്ടില്ല? പറയാം. ഈ ന്യായപ്രമാണ സംബന്ധമായ ശാപം എന്ന് പറയുന്നത് ആദാം വരുത്തി വെച്ച ശാപം പറയാം. അതായത് ഈ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ ശാപത്തിന് കീഴാകുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മീൻസ് ന്യായപ്രമാണം പാപത്തെ നിർവചിക്കുകയും പാപിയുടെ മേൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു. സ്തോത്രം. ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് നീതി, വിശുദ്ധി, തേജസ്, പരിജ്ഞാനം ഇത് കൊടുത്താണ് മനുഷ്യനെ സൃഷ്ടി. എന്താ പരിജ്ഞാനം? പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും വകതിരിച്ച് തിരിച്ചറിയുന്നതിനുള്ള കഴിവാണ് പരിജ്ഞാനം. പിന്നെ മനസാക്ഷിയും വെച്ചിട്ടുണ്ട്. അവൻ്റെ റെസിഡൻറ്റ് ജഡ്ജ്, അവനിൽ അധിവസിക്കുന്ന ന്യായാധിപൻ, ഇതെല്ലാം കൊടുത്ത. പക്ഷേ പാപനിമിത്തം നോക്കണേ, ഈ പരിജ്ഞാനം വികലമായി. പിന്നെ ശരിയും തെറ്റും തിരിച്ചറിയാൻ മേലാതായി. മനസാക്ഷി തഴമ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവപ്രമാണം വ്യക്തമാക്കി കൊടുക്കേണ്ടതിനാണ് ന്യായപ്രമാണം കൊടുത്തത്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണേ, നിയമമില്ലെങ്കിൽ തെറ്റ് കുറ്റമാകുകയില്ല. സ്തോത്രം. ഈ ഓൺ സേയിങ് പ്ലീസ് എന്ന് പറഞ്ഞ് A.G. ഗാർഡനർ പറഞ്ഞുള്ള ഒരു ചെറിയ നല്ലൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഓൺ സേയിങ് പ്ലീസ് എന്ന് പറഞ്ഞാൽ, പ്ലീസ് എന്ന് പറയുന്നത് ഒരു ലിഫ്റ്റ് മാൻ, വലിയൊരു ഓഫീസ് ബിൽഡിങ്ങിൽ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ വലിയൊരു ഓഫീസറെ കൊണ്ട് രാവിലെ വന്നു, ടോപ്പ് എന്ന് പറഞ്ഞു. ആ ലിഫ്റ്റ് മാൻ പറഞ്ഞു ടോപ്പ് പ്ലീസ്, ടോപ്പ് പ്ലീസ്, ടോപ്പ്. പിന്നെ ടോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ലിഫ്റ്റ് മാൻ പറഞ്ഞു ടോപ്പ് പ്ലീസ് എന്ന് പറയണോ? എന്തിന്? ലിഫ്റ്റ് മാൻ വേറെ ആളുകൾ വന്ന് ബഹളമായി. അതുകൊണ്ട് ഇയാൾ പിന്നെയും ടോപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. പേടിച്ച് പുറത്തിറക്കി. ലിഫ്റ്റ് മാൻ അയാളെ പിടിച്ച് പുറത്തിറക്കി. അയാൾ കേസ് കൊടുത്തു. കേസായി, പ്രശ്നമായി. ലിഫ്റ്റ് മാൻ കുറ്റക്കാരനാണ്. കാര്യം എന്താ? പ്ലീസ് എന്ന് പറയാൻ നിയമമില്ല. പ്ലീസ് എന്ന് പറയാൻ നിയമമില്ല. ഒടുവിൽ ഇതൊരു ഒരു പെക്യുലർ കേസ്, ജേർണലിസ്റ്റ് അല്ല ഇത് ടേക്കപ്പ് ചെയ്തു. ഇങ്ങനെ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ടോപ്പ് എന്ന് മാത്രം പറഞ്ഞു, പ്ലീസ് പറയാൻ? അതേ, ഞാനങ്ങ് ടെൻഷനിലായിരുന്നു. എന്താ ടെൻഷൻ? എൻ്റെ ഭാര്യ എന്നോട് ഭയങ്കരമായിട്ട് കലമ്പി. അതുകൊണ്ട് അവള് അരീക്ഷപ്പെട്ട് പിന്നെ ഞാൻ വിഷമിച്ചങ്ങോട്ട് ഇറങ്ങി വന്ന്
ഭാര്യയോട് ചോദിച്ചു, നിങ്ങളെന്തിനാ അന്ന് ഭർത്താവിന് ഇത്ര കലമ്പിയത്? വേലക്കാരി എൻ്റെ അടുത്ത് ഭയങ്കര അരിശപ്പെട്ടു. വേലക്കാരി ചോദിച്ചു, നിങ്ങളെന്തിനാ? അതെ, പാല് കൊണ്ടുവരുന്നവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അറിയാതെ ഭയങ്കര അങ്ങ് ചൂടായി. അപ്പം പാൽക്കാരൻ ചോദിച്ചു, നിങ്ങളെന്തിനാ? അതെ, ഞാൻ ഇങ്ങോട്ട് എൻ്റെ കുതിര വണ്ടിയാണ് വരുമ്പോഴത്തേന് എതിരെ വരുന്നയാൾ വെറുതെ എൻ്റെ അടുത്ത് അങ്ങ് ദേഷ്യമായി. അപ്പം നോക്കണേ, ഇങ്ങനെ പരന്ന് വരിക. അപ്പം ഇവിടെ വന്ന് ഒടുവിൽ പാവം ഈ ലിഫ്റ്റ്മാൻ കുറ്റക്കാരനായി. ഈ ഷോക്ക് അബ്സോർബറിന് ആരുമില്ലായിരുന്നു. ആ ഷോക്ക് ഇങ്ങനെ വന്ന് ഈ പാൽക്കാരൻ്റെ തുടങ്ങിയ ഷോക്ക് വന്ന് ലിഫ്റ്റ്മാൻ്റെ അടുത്ത് വന്ന് പാവം കുടുങ്ങി. അവിടെ ആ നിയമം ഉണ്ടായി. അവിടെ നിയമമില്ലാഞ്ഞുകൊണ്ട് അയാൾ സ്തോത്രം കുറ്റക്കാരനായി. അപ്പം നിയമമുണ്ടെങ്കിലേ എന്തോ തെറ്റ് കുറ്റമാകുകയുള്ളൂ. സ്തോത്രം, നിയമമുണ്ടെങ്കിലേ. ഇത് ന്യായപ്രമാണം വന്നപ്പോൾ പാപം നിർവചിക്കപ്പെടുകയും ശാപം വ്യക്തമാകുകയും ചെയ്യുകയായിരുന്നു. സ്തോത്രം, ശാപം വ്യക്തമാവുകയായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴാ പോയാൽ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. ക്രിസ്തുവിനോട് വേർപെട്ട് പോയെങ്കിൽ ശാപത്തിന് കീഴാവുന്നു. അതാ ഗലാത്യർ 5:2 വായിച്ച്. സ്തോത്രം. നേരം പോയി, ഞാൻ നിർത്താം, ക്ഷമിക്കണം. സ്തോത്രം. ഗലാത്യ ലേഖനം. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. അതിന്റെ 3-ാം വാക്യം വായിച്ച, 4-ാം വാക്യം വായിച്ചാൽ 4. ഇപ്പോൾ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ക്രിസ്തുവോട് വേർപെട്ടു പോയ ശാപത്തിന് കീഴായി. സ്തോത്രം. അപ്പോൾ കർത്താവ് കാൽവറിയിൽ നമ്മുടെ പാപവും നമ്മുടെ ശാപവും വഹിച്ചുകൊണ്ട് നമുക്ക് പകരമായി കാൽവരി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, എത്ര കഷ്ടമായ പീഡനമാണ് എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത്. സ്തോത്രം. എനിക്ക് ഒത്തിരി കാര്യം നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നാൽ കൊണ്ടാവുന്നുണ്ട്. ഇത് ഈ ശരീരരൂപം തന്നെ അത്ഭുതമാണ്. മനുഷ്യ ശരീരം ക്രൂശിക്കപ്പെടാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. നേരം പോയി നിർത്തട്ടെ. എനിക്കറിയാം നിങ്ങൾ ഇച്ചിരി ചൂടൊക്കെ സഹിച്ച് ഇത്രയും നേരം എന്നെ സഹിച്ചതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത് ഓർക്കുക. അവൻ നമ്മുടെ ശാപമേറ്റു, നമ്മുടെ പാപം വഹിച്ചു. പാപിക്ക് പകരം മറുവിലയാകുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം, സ്തോത്രം. പാപിക്ക് പകരം മറുവിലയാകുവാൻ കർത്താവ് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ സ്തോത്രം, നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത മരണം വരിച്ച കർത്താവിൻ്റെ മുമ്പിൽ സ്തോത്രം, ഈ പെസഹ വ്യാഴാഴ്ച ദിവസം ആ ലോകം മുഴുവൻ ഇത് ആഘോഷിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് പകരം യാഗമായി തീർന്ന പെസഹ കുഞ്ഞാട്. സ്തോത്രം. കർത്താവേ, അങ്ങ് യാഗമായതുകൊണ്ടാണ് അടിയൻ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചത്. സ്തോത്രം. അങ്ങയോടുകൂടെ മരിച്ച് അങ്ങയോട് അടക്കപ്പെട്ട് അങ്ങയോട് ഉയർത്ത് അങ്ങയ്ക്കായി ജീവിക്കുവാൻ അടിയൻ അധികം കൃപ തരണമേ എന്ന് ദിവസം നമുക്കൊന്ന് പ്രാർത്ഥിക്കുകയും ആ സമർപ്പണം സ്തോത്രം നമുക്ക് ദിവസത്തിൽ ഒന്ന് ഏറ്റുപറയുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ദയവായി നിങ്ങൾ ചോദിക്കാൻ സ്വാതന്ത്ര്യം കാണിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.